കടന്നു വരുവാനും അങ്ങയെ ഒരുമിച്ച് മഹത്വപ്പെടുത്തുവാനും തന്ന അവസരത്തിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു കർത്താവേ. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ കർത്താവ് ഞങ്ങളെ ക്ഷേമത്തോടെ കാത്തല്ലോ, പരിപാലിച്ചല്ലോ അപ്പച്ച. അവിടുത്തെ എല്ലാ പരിപാലനങ്ങൾക്കായും കർത്താവേ ഞങ്ങൾ നന്ദിയോടെ അങ്ങയെ വാഴ്ത്തുന്നു അപ്പച്ച, നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. അപ്പച്ച, നന്ദിയുള്ള ഹൃദയത്തോടെ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കാൻ, പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു പിതാവേ. അപ്പച്ച, സ്തോത്രം കർത്താവേ. രാവിലെ കാലം കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഏതേത് ആവശ്യങ്ങളുമായിട്ട് ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്നോ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അറിഞ്ഞ് കർത്താവ് അവിടുന്ന് ഇടപെടുന്ന ദൈവം അവിടുന്ന് ആയിരിക്കാൽ. സ്തോത്രം കർത്താവേ. ഞങ്ങളെക്കാൾ നല്ലതുപോലെ ഞങ്ങളെ അറിയുന്ന കർത്താവ് അവിടുന്ന് ആയിരിക്കാൽ. ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് പകൽക്കാലം കർത്താവേ ഞങ്ങൾക്ക് ഒരാത്മീയ വിടുതൽ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് കൽപ്പിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹല്ലേലൂയ കർത്താവേ. ഒരു ശാരീരിക വിടുതൽ കർത്താവ് അവിടുന്ന് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. ഒരു സാമ്പത്തിക വിടുതൽ കർത്താവ് ഞങ്ങൾക്ക് നൽകുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹല്ലേലൂയ. മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ കഴിയാതെ മാനസിക വ്യതയോടെ ആയിരിക്കുന്നവർക്ക് കർത്താവേ ഇന്നത്തെ ഈ ആരാധന കർത്താവേ ഒരു വിടുതലായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കൂട്ടിവരുന്ന ജനത്തെ എല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം അങ്ങേ പാടി ആരാധിപ്പാൻ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പച്ച, അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനങ്ങളെ അവിടുന്ന് നൽകുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രതികാല ഗായക സംഘത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തോടെ പാടുവാൻ കർത്താവ് അവരെ ബലപ്പെടുത്തിക്കാട്ട് കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ. അപ്പച്ച, അവിടുത്തെ തിരുവചനത്തിൽ നിന്ന് ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളെ കർത്താവ് ഞങ്ങളെ അവിടുന്ന് കേൾപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ചിരിക്കുന്ന ദേവദാസന്മാരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പച്ച, ദൈവ നിയോഗപ്രകാരം കർത്താവേ ഇന്ന് ഇവിടെ കർത്താവേ ഞങ്ങളുടെ മധ്യത്തിൽ ശുശ്രൂഷിപ്പാൻ കർത്താവ് അവരെ അവിടുന്ന് ബലപ്പെടുത്തുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഞങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന തിരുമേശയെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അപ്പച്ച. ഭയത്തോടെ ഭക്തിയോടെ മേശയിൽ നിന്ന് ഭക്ഷിച്ച് ഞങ്ങൾ വിടുതൽ പ്രാപിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഈ സമയം ഞങ്ങളുടെ ദൈവദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് അവിടെ നടക്കുന്ന മീറ്റിങ്ങുകളെ അദ്ദേഹത്തിൻ്റെ മടക്കി യാത്രയെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവേ. ദൈവമേ, ഇന്നത്തെ ആരാധന ഞങ്ങളുടെ ഓരോ കുടുംബങ്ങൾക്കും വിടുതലായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ജനത്തെ കർത്താവ് എത്രയും പെട്ടെന്ന് കൂട്ടിവരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചാട്ടപ്പച്ച. ഞങ്ങളെ മുറ്റുമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. അങ്ങേക്ക് സുഗ്രഹ്യമായ ആരാധന കർത്താവെ കഴിപ്പാൻ ഞങ്ങളെ ഒരുക്കിക്കാട്ട് കർത്താവേ. ഞങ്ങളെ മുറ്റുമായി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കർത്താവ് അവിടുന്ന് കേട്ടതിനാൽ സ്തോത്രം. എല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. നമുക്ക് ഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്നാളും സ്തുതിക്കണം നാം നാഥനെ, എന്നാളും സ്തുതിക്കണം നാം എന്നുള്ള പാട്ട് നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്നാളും സ്തുതിക്കണം നാം നാഥനെ, എന്നാളും സ്തുതിക്കണം നാം നാഥനെ, എന്നാളും സ്തുതിക്കണം നാം നാഥനെ, എന്നാളും സ്തുതിക്കണം നാം. വന്ദനം പാടി മന്ന മുൻകൂടി, വന്ദനം പാടി മന്ന മുൻകൂടി, മന്ദതയാകുന്നു തിരു മുൻപിലഭയമിരുന്നു, മന്ദതയാകുന്നു തിരു മുൻപിലഭയമിരുന്നു. എന്നാളും സ്തുതിക്കണം നാം നാഥനെ, എന്നാളും സ്തുതിക്കണം നാം നാഥനെ, എന്നാളും സ്തുതിക്കണം നാം നാഥനെ, എന്നാളും സ്തുതിക്കണം നാം. മോദമായി കൂടുക നാം പരനു ബഹുനാദമായി പാടുക നാം, മോദമായി കൂടുക നാം പരനു ബഹുനാദമായി പാടുക നാം. ഗീതാഗണം തേടി നാഥനു നാം പാടി, ഗീതാഗണം തേടി നാഥനു നാം പാടി, നാഥനാമവന്റെ തിരുനാമമേ ഗതിയായി നാടി, നാമനാമവന്റെ തിരുനാമമേ ഗതിയായി നാടി. എന്നാളും സ്തുതിക്കണം നാം നാഥനെ, എന്നാളും സ്തുതിക്കണം നാം
ഗുണനായകൻ സ്പഷ്ടം തിരുദാസർക്കിഷ്ടമാരുളുവോ സ്പഷ്ടം തിരുദാസർക്കിഷ്ടമാരുളുവോ കഷ്ടതയിൽ നിന്നവരെ ദുഷ്ടരായുദ്ധരിപ്പവൻ കഷ്ടതയിൽ നിന്നവരെ ദുഷ്ടരായുദ്ധരിപ്പവൻ എന്നാളും സ്തുതിക്കണം നാം നാഥനെ ഹല്ലേലൂയണം നാഥനെ എന്നാളും സ്തുതിക്കണം നാഥനെ എന്നാളും സ്തുതിക്കണം തന്നെ സ്തുതിച്ചിടുന്ന ജനങ്ങൾ പദം തന്നിൽ പതിച്ചിടുന്നു തന്നെ സ്തുതിച്ചിടുന്ന ജനങ്ങൾ പദം തന്നിൽ പതിച്ചിടുന്നു മന്നവ മന്ന പ്രസന്നരായി വാഴ്ത്തുന്നു മന്നവ മന്ന പ്രസന്നരായി വാഴ്ത്തുന്നു നന്ദിയോടവരെ വരും ഉന്നതനെ വണങ്ങുന്നു നന്ദിയോടവരെ വരും ഉന്നതനെ വണങ്ങുന്നു എന്നാളും സ്തുതിക്കണം നാഥനെ എന്നാളും സ്തുതിക്കണം നാഥനെ എന്നാളും സ്തുതിക്കണം നാഥനെ എന്നാളും സ്തുതിക്കണം നാമേ ജീവികളിൽ നാഥനെ ജയം പെരുകും ദേവാകളിൽ നാഥനെ ജീവികളിൽ നാഥനെ ജയം പെരുകും ദേവാകളിൽ നാഥനെ ജീവനുറവയം ജീവ ലോകേശനെ ജീവനുറവയം ജീവ ലോകേശനെ ജീവനിലാലി സ്വന്തം സൂര്യവെ കൊടുത്തവൻ ജീവനിൽ സ്വന്തം സൂര്യവെ കൊടുത്തവനെ എന്നാളും സ്തുതിക്കണം നാഥനെ എന്നാളും സ്തുതിക്കണം നാഥനെ എന്നാളും സ്തുതിക്കണം നാഥനെ എന്നാളും സ്തുതിക്കണം തന്നാമ കീർത്തനം നാം തുടർന്നു ചെയ്യെന്നും ദിവ്യാനന്ദമാമേ തന്നാമ കീർത്തനം നാം തുടർന്നു ചെയ്യെന്നും ദിവ്യാനന്ദമാ ഉന്നതൻ തന്നോട് സന്നിധോ നിന്നൂല ഉന്നതൻ തന്നോട് സന്നിധോ നിന്നൂല മന്നവനെ പുതുകാൻ വന്ദനങ്ങളോടനിശം മന്നവനെ പുതുകാൻ വന്ദനങ്ങളോടനിശം എന്നാളും സ്തുതിക്കണം നാഥനെ എന്നാളും സ്തുതിക്കണം നാഥനെ എന്നാളും സ്തുതിക്കണം നാഥനെ എന്നാളും സ്തുതിക്കണം ആമേ തന്നെ സ്നേഹിച്ചിടുന്ന ജനങ്ങൾ പദം തന്നിൽ പതിച്ചിടുന്നു ആമേ തന്നെ സ്നേഹിച്ചിടുന്ന ജനങ്ങൾ പദം തന്നിൽ പതിച്ചിടുന്നു മന്നവ മന്ന പ്രസന്നരായി വാഴ്ത്തുന്നു മന്നവ മന്ന പ്രസന്നരായി വാഴ്ത്തുന്നു നന്ദിയോടവരെ വരും ഉന്നതനെ വാണോ നന്ദിയോടവരെ വരും ഉന്നതനെ വാണെന്നാളും സ്തുതിക്കണം നാഥനെ എന്നാളും സ്തുതിക്കണം നാഥനെ എന്നാളും സ്തുതിക്കണം നാഥനെ എന്നാളും സ്തുതിക്കണം ആമേൻ ജീവികളിൽ നാഥനെ ജയം പെരുകും ദേവാകളിൽ നാഥനെ ജീവികളിൽ നാഥനെ ജയം പെരുകും ദേവാകളിൽ നാഥനെ ജീവനുറവയം ജീവ ലോകേശനെ ജീവനുറവയം ജീവ ലോകേശനെ ജീവനെ സ്വന്തം സൂനുവെ കൊടുത്തവനെ ജീവനിൽ സ്വന്തം സൂനുവെ കൊടുത്തവനെ എന്നാളും സ്തുതിക്കണം നാഥനെ എന്നാളും സ്തുതിക്കണം നാഥനെ എന്നാളും സ്തുതിക്കണം നാഥനെ എന്നാളും സ്തുതിക്കണം അവൻ തന്നാമ കീർത്തനം നാം തുടർന്നു ചെയ്യുമെന്നും
ദിവ്യാനന്ദമേ. ഓ തന്നാമ കീർത്തനം നാം തുടർന്നു ചെയ്യെന്നും ദിവ്യാനന്ദമാ. ഓ ഉന്നതൻ തന്നോട് സന്നിധോ നിന്നു നാം, ഉന്നതൻ തന്നോട് സന്നിധോ നിന്നു. മന്നവനെ പുതുഗാന വന്ദനങ്ങളോടാനിശം, മന്നവനെ പുതുഗാന വന്ദനങ്ങളോടാനിശം. എന്നാളും സ്തുതിക്കണം നാഥനെ, എന്നാളും സ്തുതിക്കണം നാഥനെ, എന്നാളും സ്തുതിക്കണം നാഥനെ, എന്നാളും സ്തുതിക്കണം. വന്ദനം പാടി വന്ദർ മുൻകൂടി, വന്ദനം പാടി വന്ദർ മുൻകൂടി. മന്ദതയാകുന്നു തിരുമുൻപിലഭയമിരുന്നു, മന്ദതയാകുന്നു തിരുമുൻപിലഭയമിരുന്നു. എന്നാളും സ്തുതിക്കണം നാഥനെ, 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 എന്നാളും സ്തുതിക്കണം. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന് മഹത്വം, യേശുവിന് മഹത്വം. വീണ്ടും നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ ഇവിടെ ആലയത്തിലേക്ക് കൂട്ടിവരുത്തുവാൻ കർത്താവ് സഹായിച്ചല്ലോ. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ കർത്താവ് നമ്മളെ ക്ഷേമത്തോടെ കാത്തു പരിപാലിച്ചു. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ യഹോവയ്ക്ക് ഇഷ്ടമുള്ളൊരു ആരാധന കഴിപ്പാൻ കർത്താവ് നമ്മളെ അവിടെ നിന്ന് കൊണ്ടുവന്നതിനാൽ നമുക്ക് ദൈവത്തെ വാഴ്ത്താം. ഹല്ലേലൂയ. അങ്ങയെ പാടി ആരാധിപ്പാൻ കർത്താവ് നമ്മളെ ബലപ്പെടുത്തിയല്ലോ. നല്ല സങ്കീർത്തനങ്ങളെ കർത്താവ് നൽകേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ല ദൈവവചനങ്ങളെ നമ്മളെ കേൾപ്പിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വീണ്ടും കർത്താവിനെ പാടി ആരാധിപ്പാനൊക്കെ കർത്താവ് നമ്മളെ ബലപ്പെടുത്തേണ്ടതിനായിട്ട് നമ്മളെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ മധ്യത്തിൽ തിരുമേശയുണ്ടല്ലോ, തിരുമേശ അനുഗ്രഹിച്ച് കർത്താവ് നൽകേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ ദൈവദാസൻ സലഹയിലായിരിക്കുന്നു. കർത്താവിനെ ദാസനെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ മധ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്ന ദൈവദാസന്മാരെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കൂട്ടിവരുത്തിയ ജനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. എന്തേത് ആവശ്യങ്ങളുമായിട്ട് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്നു. അവരുടെ വിഷയത്തിന്മേൽ കർത്താവ് അത്ഭുത പ്രവർത്തികളെ ചെയ്യേണ്ടതിനായിട്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ മടങ്ങുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഹല്ലേലൂയ നമ്മുടെ ഭാരങ്ങൾ മാറി നമുക്ക് ഭാരങ്ങളിലേക്ക് മടങ്ങുവാൻ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മളെ ഒരുക്കേണ്ടതിനായിട്ട് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവ
ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആരെങ്കിലും കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവരെ കർത്താവ് എത്രയും പെട്ടെന്ന് കൂട്ടി വരുത്തേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും നമുക്ക് ഈ സമയം ഏൽപ്പിക്കാം. നമ്മളോടൊപ്പം കർത്താവ് അവരെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആരാധന അനുഗ്രഹത്തിനായിട്ട് നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹോദരൻ ഒരാൾ ഇന്നത്തെ ആരാധനയുടെ അനുഗ്രഹത്തിനായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗനായ ഞങ്ങളുടെ നല്ല കർത്താവേ, നൽകപ്പെട്ട നല്ല സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അവിടുത്തെ നാമത്തിന് സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു. ഈ പ്രഭാതത്തിങ്കിൽ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ, അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഒരുക്കി തന്ന എല്ലാ നല്ല ഭാഗ്യങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നന്മകളല്ലാതെ ഹല്ലേലൂയ മറ്റൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാതെ ഇന്നേവരെ ഞങ്ങളെ നടത്തിയ ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവം ഞങ്ങളെ അനുദിനം നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. ആമേൻ. ഭക്ഷിപ്പാനുള്ളത്, ഉടുപ്പാനുള്ളത്, ഹല്ലേലൂയ ആത്മീക ജീവിതത്തിനുള്ളതൊക്കെയും നൽകി ആമേൻ കുറവ് വരാതെ വണ്ണം അവിടുത്തെ ഞങ്ങളെ കാക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ അവിശ്വസ്തരായിരുന്ന സമയങ്ങളിലും ദൈവത്തിൻ്റെ വിശ്വസ്തത ഞങ്ങളോട് വലുതായിരുന്ന ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾക്കായി സ്തോത്രം ചെയ്യുന്നു. പാട്ടുകാരൻ പറഞ്ഞതുപോലെ ദേവന്മാരിൽ ദേവനായ ആമേ ഹല്ലേലൂയ സകല നാമങ്ങൾക്ക് മേലായ നാമമുള്ള ദൈവത്തെ വാഴ്ത്തുവാൻ ആമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പിപ്പാൻ ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ ഹല്ലേലൂയ പുതുബലത്തോടെ ആമേനാക്കി തീർക്കുവാൻ അവിടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തരുന്ന എല്ലാ നല്ല മുഖാന്തരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. സഭയായി അവിടെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടുത്തെ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. പാടുവാൻ അവിടെ ഞങ്ങൾക്ക് ബലം നൽകിയല്ലോ, പ്രാർത്ഥിപ്പാൻ അവിടെ ഞങ്ങൾക്ക് ബലം നൽകുന്നുവല്ലോ. തുറന്നു നടക്കുന്ന ശുശ്രൂഷകളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് സ്പർശിക്കുന്ന ആമേൻ ഞങ്ങൾക്ക് രൂപാന്തരം വരുന്ന ഞങ്ങൾ ആളുമാറിയവരെ പോലെ ആകുന്ന വലിയൊരു ദൈവിക ശുശ്രൂഷ ഇന്ന് പകൽ ഇതിനകത്ത് നടക്കുവാൻ അവിടെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളിവിടെ കേൾക്കുന്ന വചനം ഞങ്ങളോട് തന്നെ സംസാരിക്കുന്ന ഞങ്ങൾക്ക് തന്നെ ഹല്ലേലൂയ രൂപാന്തരം വരുത്തുന്ന ആമേൻ ദൈവിക വചനങ്ങളായ അവിടുന്ന് തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ. രോഗികളായ ആരെങ്കിലും ഞങ്ങളുടെ മധ്യത്തിലുണ്ടെങ്കിൽ ആമേൻ ആ വചനത്താൽ അവർക്ക് സൗഖ്യം വരുവാൻ, ആമേൻ ഏതെങ്കിലും വിഷയങ്ങളുടെ മുഖത്ത് ഭാരപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഞങ്ങളുടെ മധ്യത്തിലുണ്ടെങ്കിൽ ആമൻ ഈ പ്രാർത്ഥനയാലും ഈ വചന ശുശ്രൂഷയാലും ആമൻ ഞങ്ങളുടെ മുമ്പിലുള്ള തിരുമേശയാലും അതിന് ഹല്ലേലൂയ ഒരു വിടുതൽ ലഭിക്കുവാൻ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് വലിയവനായി മഹത്വത്തോടെ ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വിഷയങ്ങളെ കൈക്കൊണ്ട് ഹല്ലേലൂയ അതിന്മേൽ പരിഹാരം ചെയ്യുവാൻ അങ്ങനെ ഞങ്ങളുടെ ദൈവം മതിയായവനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. കഴിഞ്ഞ നാളുകൾ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വന്നു. ആമൻ ഞങ്ങളുടെ സഭയുടെ നടുവിൽ ഇറങ്ങി വന്നു. വിവിധ വിഷയങ്ങളുടെ മുഖത്ത് അവിടുന്ന് പ്രവൃത്തി ചെയ്തു പോലെ ഇന്നും അവിടുന്ന് പ്രവർത്തിക്കുവാൻ ശക്തനും ആമേൻ ഹല്ലേലൂയ ഉന്നതനുമായിരിക്കാൻ ഞങ്ങൾ അവിടുത്തെ നാമത്തെ വാഴ്ത്തുന്നു കർത്താവേ. ആമേൻ. വരുവാൻ കഴിയാത്ത ഭവനങ്ങളിലായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സഭയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ഞങ്ങളുടെ കർത്താവിന്റെ ദാസനെ കുടുംബത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ യാത്രയിൽ ദൈവത്തിന്റെ കൃപ കൂടിയിരിക്കുമാറാകണമേ. വേഗത്തിൽ ഞങ്ങളുമായി ഒരുമിച്ച് ഹല്ലേലൂയ ദൈവത്തെ ആരാധിപ്പാൻ സാഹചര്യങ്ങളെ അവിടുന്ന് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ. ഒരിക്കൽ കൂടെ സമ്പൂർണ്ണ വിഷയങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പാടുവാനും പ്രാർത്ഥിപ്പാനും ദൈവവചനം ധ്യാനിക്കുവാനും തിരുമേശയിൽ നിന്ന് ഭാഗമാക്കുവാനും ഒക്കെ അവിടെ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധന ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കുവാൻ കഴിയുന്നതിലും അധികമായ ദൈവിക പ്രവൃത്തിയും ദൈവിക ശക്തിയും ദൈവത്തിന്റെ മഹത്വവും വെളിപ്പെടുന്ന ആമേൻ ഒരു ദിവസമായി അവിടുന്ന് തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്ന കൃപകൾക്കായി സ്തോത്രം. പ്രാർത്ഥനയാചന കേട്ട കൃപകൾക്കായി സ്തോത്രം. സകലവും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോട് കേട്ട് ഉത്തരമുള്ളുമാറാകണമേ. ആമേൻ. നമ്മൾ ഈ സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അജു ബ്രദർ മുന്നോട്ട് കടന്നു വന്ന സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിക്കും. സ്തോത്രം. സങ്കീർത്തനങ്ങൾ 34 വാക്യപ്രതിവാക്യമായി നമുക്ക് വായിക്കാം. 34-ാം സങ്കീർത്തനം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹത്വപ്പെടുത്തുവീൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവയുടെ വിശുദ്ധന്മാരെ, അവനെ ഭയപ്പെടുവീൻ, അവൻ്റെ ഭക്തന്മാർക്കൊന്നിനും മുട്ടില്ലല്ലോ.
മക്കളെ വന്ന് എനിക്ക് ചെവി തരുവീൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ദോഷം ചെയ്യാതെ എൻ്റെ നാവിനെയും വ്യാജം പറയാതെ നിൻ്റെ അതിരത്തെയും കാത്തുകൊള്ളുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവിയരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പയക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുന്നില്ല. ആമേൻ. നമുക്ക് വീണ്ടും പാട്ടുപാടി കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ, അവൻ്റെ വലിയ കൃപകളെ ഓർത്തുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാം. എണ്ണമില്ലാ നന്മകൾ എന്നിൽ ചൊരിയും വൻദയെ ഓർക്കുമ്പോൾ നന്ദി അല്ലാതെ ഒന്നുമില്ലപ്പാ. ഹല്ലേലൂയ. നന്മകളെന്നിൽ ചൊരിയും വന്ദയോർക്കുമ്പോ നന്ദിയല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാവ ചൊല്ലിടുവാനാ സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാവ ചൊല്ലിടുവാനാ നിത്യസ്നേഹമോർക്കുമ്പോ വൻ കൃപകളോർക്കുമ്പോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോ വൻ ത്യാഗമോർക്കുമ്പോ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. നിത്യസ്നേഹമോർക്കുമ്പോ വൻ കൃപകളോർക്കുമ്പോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടോ. ആ കരുണയോർക്കുമ്പോ വൻ ത്യാഗമോർക്കുമ്പോ എങ്ങനെ വാഴ്ത്താതിരുന്നിടോ. യേശുവേ സ്നേഹിച്ചു, സ്വന്ത ജീവൻ തന്ന സ്നേഹമേ നന്ദിയല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാവ ചൊല്ലിടുവാനാ സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാവ ചൊല്ലിടുവാനാ നിത്യസ്നേഹമോർക്കുമ്പോ വൻ കൃപകളോർക്കുമ്പോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടോ. ആ കരുണയോർക്കുമ്പോ വൻ ത്യാഗമോർക്കുമ്പോ എങ്ങനെ വാഴ്ത്താതിരുന്നിടോ. സ്നേഹമോർക്കുമ്പോ വൻ കൃപകളോർക്കുമ്പോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടോ. ഹല്ലേലൂയ. കരുണയോർക്കുമ്പോ വൻ ത്യാഗമോർക്കുമ്പോ എങ്ങനെ വാഴ്ത്താതിരുന്നിടോ. യേശുവേ സ്നേഹമോർക്കുമ്പോ കൺകൾ നിറയുന്നെന്റെ പ്രിയനേ. നന്ദിയല്ലതൊന്നുമില്ലപ്പാ. എന്റെ നാവ ചൊല്ലിടുവാനാ സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ.
നിത്യ സ്നേഹമോർക്കുമ്പോൾ വൻ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടോ. ഹല്ലേലൂയ. കരുണയോർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടോ. നിത്യ സ്നേഹമോർക്കുമ്പോൾ വൻ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടോ. ആ കരുണയോർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടോ. യേശുവേ നമുക്കെല്ലാവർക്കും ചേർന്ന് കരങ്ങളടിച്ച് ഒരു ഗാനം കൂടെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്നാളും എൻ്റെ ബലമായ കർത്തന് ശരണമായതാകിയാൽ എന്നുള്ള ഗാനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്റെ ബലമായ കർത്തനൻ ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ. എന്റെ ബലമായ കർത്തനൻ ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്കൻ പ്രിയൻ, ചാരിടും ഞാൻ അവനിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്കൻ പ്രിയൻ, ചാരിടും ഞാൻ അവനിൽ. ആമേൻ ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയാതിൽ. എന്റെ അല്ലലാകിലവും തീർത്തിടും നാൾ നോക്കി പാട്ടിടും ഞാൻ ഉലകിൽ. ഓ ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയാതിൽ. എന്റെ അല്ലലാകിലവും തീർത്തിടും നാൾ നോക്കി പാട്ടിടും ഞാൻ ഉലകിൽ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. പെറ്റ തള്ളതൻ കുഞ്ഞിനെ മറന്നിടിലും കാന്തൻ മാറ്റം ഭാവിക്കാത്തവേ. പെറ്റ തള്ളതൻ കുഞ്ഞിനെ മറന്നിടിലും കാന്തൻ മാറ്റം ഭാവിക്കാത്തവേ. ആമേ ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയാതിൽ. എന്റെ അല്ലലാകിലവും തീർത്തിടും നാൾ നോക്കി പാട്ടിടും ഞാൻ ഉലകിൽ. ആമേ ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയാതിൽ. എന്റെ അല്ലലാകിലവും തീർത്തിടും നാൾ നോക്കി പാട്ടിടും ഞാൻ ഉലകിൽ. തിരുക്കരത്തിൽ വൻസാഗര ജലമെല്ലാം അടക്കുന്ന കരുത്തേടും യാഹവൻ താൻ. തിരുക്കരത്തിൽ വൻസാഗര ജലമെല്ലാം അടക്കുന്ന കരുത്തേടും യാഹവൻ താൻ. ഒരു ഇടയനെ പോലെന്നെ അവനിയിൽ കരുതുന്ന സ്നേഹമെന്താശ്ചര്യമേ. ഒരു ഇടയനെ പോലെന്നെ അവനിയിൽ കരുതുന്ന സ്നേഹമെന്താശ്ചര്യമേ. ആമേ ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയാതിൽ. ഓ എന്റെ അല്ലലാകിലവും തീർത്തിടും നാൾ നോക്കി പാട്ടിടും ഞാൻ ഉലകിൽ. ആമേ ഹല്ലേലൂയ. ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയാതിൽ. എന്റെ അല്ലലാകിലവും തീർത്തിടും നാൾ നോക്കി പാട്ടിടും ഞാൻ ഉലകിൽ.
ഉള്ളം കലങ്ങുന്ന നേരത്തു പ്രിയന്തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നേ. ഉള്ളം കലങ്ങുന്ന നേരത്തു പ്രിയന്തൻ വാഗ്ദത്തം ഓർപ്പിച്ചുണർത്തുമെന്നേ. ഉള്ളം കാലത്തിൽ വരച്ചവനൂർവിക്ക വീശണ്ട എന്നോടെ ആശ്വാസകേ. ഉള്ളം കാലത്തിൽ വരച്ചവനൂർവിക്ക വീശണ്ട എന്നോടെ ആശ്വാസകേ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാം നോക്കി പാടിടും ഞാൻ ഉലകിൽ. ആമേ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാം നോക്കി പാടിടും ഞാൻ ഉലകിൽ. മാറും മനുജരെല്ലാം മഹിതല മധുജ്വാലക്കിരയായി മാറുകിലും. മാറും മനുജരെല്ലാം മഹിതല മധുജ്വാലക്കിരയായി മാറുകിലും. തിരുവാഗ്ദത്തങ്ങൾക്കേതും മാറ്റം വരില്ലവൻ വരവിന്നാളാസന്നമാ. തിരുവാഗ്ദത്തങ്ങൾക്കേതും മാറ്റം വരില്ലവൻ വരവിന്നാളാസന്നമാ. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നാം നോക്കി പാട്ടിടും ഞാൻ ഉലകിൽ. ആമേ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രവനാരിവലക്ഷവനാരിവലന്തേ. അഖിലവും തീർത്തിടും നാൾ നോക്കി പാടിടും ഞാൻ ഉലകിൽ. ആമേൻ എൻ്റെ ബലമായ കർത്തനൻ ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ. ഓ എൻ്റെ ബലമായ കർത്തനൻ ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണ് എനിക്ക് പ്രിയൻ, ചാരിടും ഞാൻ അവനിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണ് എനിക്ക്. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നോക്കി പാട്ടിടും ഞാൻ ഉലകിൽ. ആമേ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നോക്കി പാട്ടിടും ഞാൻ ഉലകിൽ. ആമേ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ. എൻ്റെ അല്ലലകിലവും തീർത്തിടും നോക്കി പാട്ടിടും ഞാൻ ഉലകിൽ. Hallelujah, hallelujah. Hallelujah, hallelujah, hallelujah.
Hallelujah, hallelujah. Hallelujah, hallelujah. Thank you, Lord. Jesus, hallelujah. സ്തോത്രം 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 സ്തോത്രം. എല്ലാ ദൈവം ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. എല്ലാ ദൈവമക്കളും കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നിട്ട് ഈ സമയത്ത് അജു ബ്രദർ സങ്കീർത്തനത്തിൽ നിന്ന് അല്പമായി നമ്മളെ പ്രബോധിപ്പിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകി തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ പ്രകാരമായിരിക്കാൻ സർവ്വശക്തനായ ദൈവം എനിക്ക് തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന നമ്മുടെ അലസ്റ്റായൻ, കർത്താവിൻ്റെ ദൈവദാസൻ ജേക്കബ് എബ്രഹാം പാസ്റ്റർ, ഫിന്നി പാസ്റ്റർ, എൽഡേഴ്സ്, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ ആദ്യമായി അറിയിച്ചു കൊള്ളട്ടെ. വായിച്ച സങ്കീർത്തനത്തിലേക്ക് ഞാൻ കടക്കുന്നു. ആമേൻ. നമ്മൾ വായിച്ചു കേട്ടത് അനുഗ്രഹിക്കപ്പെട്ട 34-ാം സങ്കീർത്തനമാണല്ലോ. അവിടെ നമ്മൾ കാണുന്നത് പോലെ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണെന്നതിൻ്റെ തലക്കെട്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. അതിൻ്റെ പശ്ചാത്തലം നമുക്കൊരല്പനിമിഷം ആമേൻ ചിന്തിക്കാം. അതിന് മേൽ എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ്: ദാവീദ് അബീമേലെക്കിൻ്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദാവീദിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ, നമ്മൾ ഈ സങ്കീർത്തനം എഴുതുന്ന സമയത്തുള്ള അവസ്ഥ നമുക്ക് അല്പനിമിഷം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദാവീദ് എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ആകുവാനിടയായി തീർന്നത് നമുക്കൊരല്പനിമിഷം ചിന്തിക്കാം. അതിന് നമുക്ക് ഇതിൻ്റെ ആധാരമായി നമ്മൾ വായിക്കുന്നത് 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ആമേൻ 21-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിലാണ് അതിന് ആധാരമായിട്ടുള്ള സംഭവങ്ങൾ വിവരിക്കുന്നത്. ഇന്ന് ആമേൻ ദാവീദ് ഈ സംഭവം നടക്കുമ്പോൾ ആയിരിക്കുന്ന പശ്ചാത്തലം, അതിൻ്റെ പിന്നത്തേതിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ആമേൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ്, അല്ലെങ്കിൽ ആ ഒരു വായിച്ചറിഞ്ഞിട്ടുള്ള ഒരു പുസ്തകമാണല്ലോ 1 ശമൂവേലിൻ്റെ പുസ്തകം. അതിന് 19-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു, 16-ാം അധ്യായത്തിൽ കാണുന്നു, ദൈവത്തിൻ്റെ പ്രവാചകനായ ശമൂവേലിനെ ദൈവം അയക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ശൗലിനെ ആമേൻ രാജസ്ഥാനത്ത് നിന്ന് മാറ്റുകയും, ഹല്ലേലൂയ, നീ ഇശായിയുടെ ഭവനത്തിൽ കടന്നു ചെന്ന് ഒരുവനെ അവിടെ അഭിഷേകം ചെയ്യണമെന്ന് ആമേൻ ദൈവത്തിൻ്റെ ആത്മാവ് ശമൂവേലിനോട് കൽപ്പിക്കുകയുണ്ടായി. അതും പ്രകാരം അവൻ തൈലക്കൊമ്പുമായി അവിടേക്ക് പുറപ്പെടുന്നു. ആമേൻ ഇശായിയുടെ ഭവനത്തിൽ വന്ന് ആമേൻ ഇശായിയുടെ പുത്രന്മാരെ എല്ലാം മുമ്പിൽ കൊണ്ടുവന്നപ്പോഴും ആമേൻ അവരുടെ ഒന്നും കൂട്ടത്തിൽ ഇല്ലാതിരുന്ന ഒരു ഇനി ആരുണ്ടെന്ന് ചോദിക്കുമ്പോൾ ആമേൻ ഒരുവനുണ്ട്, കാട്ടിലുള്ള ഒരുവനെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ അവൻ കൽപ്പിക്കുകയും, ഹല്ലേലൂയ, ദാവീദിനെ തൻ്റെ സഹോദരന്മാരുടെ മുൻപാകെ ആമേൻ തൈലക്കൊമ്പാൽ അഭിഷേകം ചെയ്യുന്നത് നമുക്കവിടെ കാണുവാൻ സാധിക്കും. അവിടെ 16-ാം അധ്യായത്തിൽ ശൗലിനാൽ അഭിഷേകം ചെയ്യപ്പെടുന്ന ഹല്ലേലൂയ ഒരു ദാവീദിനെ നമുക്കവിടെ കാണുവാൻ കഴിയും. അഭിഷേകവുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആമേൻ ശമൂവേൽ അവിടെ നിന്ന് യാത്രയായി. ആമേൻ പിറ്റേ നമ്മൾ 17-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കാണുന്നു
അഭിഷേകം പ്രാപിച്ച ശമൂവേൽ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്നത് ഒരു യുദ്ധക്കളത്തിലേക്കാണ്. ഹല്ലേലൂയ. ആമേൻ. അഭിഷേകം പ്രാപിച്ച ശമൂവേൽ ദാവീദ് യുദ്ധക്കളത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഇസ്രായേൽ ജനത്തിനെതിരെ ഒരു ഫെലിസ്ത്യ സൈന്യമിറങ്ങി. ഫെലിസ്ത്യനായ ഹല്ലേലൂയ ഗോലിയാത്ത് അവരെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 40 ദിവസം തുടർച്ചയായ വെല്ലുവിളികൾ അവർ നേരിട്ട് കൊണ്ടിരിക്കുന്നു. ഒരുവൻ പോലുമില്ല. പടജനമുണ്ട്, ഹല്ലേലൂയ, സൈന്യബലമുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ അവനോട് എതിർത്ത് നിൽക്കുവാൻ ശക്തനായ ഒരുവൻ അവിടെ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ഹല്ലേലൂയ അഭിഷേകമുള്ള ദാവീദിനെ ദൈവം അവൻ്റെ മുമ്പിൽ എഴുന്നേൽപ്പിച്ച് നിർത്തുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അഭിഷേകമുള്ള ദാവീദ് അവൻ്റെ മുമ്പിലേക്ക് ഇറങ്ങിച്ചെന്ന് അവനിലുള്ള അഭിഷേകത്താൽ, കർത്താവിലുള്ള വിശ്വാസത്താൽ ഹല്ലേലൂയ ഗോലിയാത്തിനെ അവിടെ പരാജയപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവനെ പരാജയപ്പെടുത്തുക മാത്രമല്ല, പരാജയപ്പെടുത്തി അവൻ്റെ തലയുമായി ശൗലിനടുത്തേക്ക് കടന്നു വരുന്നത് നമുക്ക് ഹല്ലേലൂയ 17-ാം അധ്യായത്തിൽ കാണുവാനിടയായി തീരും. അഭിഷേകമുള്ളവൻ ഹല്ലേലൂയ ചില പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമ്മളും പലപ്പോഴും പ്രതികൂലങ്ങളുടെ മധ്യത്തിലായിരിക്കുമ്പോൾ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം ചില പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നിൽപ്പാൻ ദൈവം നമ്മെ ശക്തീകരിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആ ദാവീദിനെ പോലെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ നമ്മൾക്കും ഇതുപോലെയുള്ള അവസ്ഥകളിൽ മുമ്പിൽ നിന്ന് പ്രവർത്തിപ്പാൻ ദൈവം നമ്മളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളെ സഹായിക്കാറുണ്ട്. ഹല്ലേലൂയ. അപ്രകാരം കടന്നു വരുന്ന ഒരു ദാവീദ് നമ്മളവിടെ കാണുമ്പോൾ ഹല്ലേലൂയ ശൗലിന് ദാവീദിനോട് ഇഷ്ടം തോന്നുകയും അവനെ ചേർത്തുകൊള്ളുകയും ചെയ്യുന്നതായി നമുക്കവിടെ കാണുവാൻ സാധിക്കും. അതേ അധ്യായം കഴിഞ്ഞ് അതിനെ അടുത്ത 18-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ശൗല് ദാവീദുമായി മടങ്ങി ഇസ്രായേലിലേക്ക് തിരികെ വരുമ്പോൾ അവിടെ നൃത്തം ചെയ്ത് അവനെ വരവേൽക്കുന്നവർ പറയുന്നു ഹല്ലേലൂയ ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. ഹല്ലേലൂയ. ഇത് കേട്ട ശൗലിന് അവനോട് അസൂയ തോന്നുവാനുണ്ടായി. ഹല്ലേലൂയ. അത് മാത്രമല്ല, ഒരു ദുരാത്മാവ് അവൻ്റെ മേൽ വരികയുണ്ടായി. ഹല്ലേലൂയ. അഭിഷേകമുള്ളവനെതിരെ അവൻ വിജയിച്ച് മുമ്പോട്ട് പോയാൽ പോലും അവനെതിരെ ഹല്ലേലൂയ ശത്രുവിനെ ഇളക്കി വിടുന്ന ദുരാത്മാവിൻ്റെ ശക്തികളെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. അപ്രകാരം ശൗലിന് ദാവീദിനോട് അതിയായ ദേഷ്യം 18-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. 19-ാമത്തെ അധ്യായം ആകുമ്പോഴത്തേക്കും ശൗല് ദാവീദിനെ കൊല്ലുവാൻ ആജ്ഞാപിക്കുന്നു, അല്ലെങ്കിൽ കൊല്ലുവാൻ പുറപ്പെടുന്നു. ഹല്ലേലൂയ. 20-ാം അധ്യായത്തിൽ അവനെ കൊല്ലുക തന്നെ ചെയ്യണമെന്ന് അവൻ നിരൂപിച്ച് സൈന്യവുമായി പുറപ്പെടുന്നു. എന്നാൽ ശൗലിൻ്റെ മകനായ യോനാഥാൻ ഹല്ലേലൂയ തന്നെ ഏറ്റവും സ്നേഹിക്കുകയും അവനുമായിട്ട് ഉടമ്പടി ചെയ്യുകയും ചെയ്ത പ്രകാരം അവനെ അവിടെ നിന്ന് വിടുവിച്ച് അവിടെ നിന്ന് പുറത്താക്കി കളയുന്നു. ആ ഒരു സന്ദർഭത്തിലാണ് അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് ഹല്ലേലൂയ അബീമേലെക്ക് എന്ന രാജാവിൻ്റെ ഗത്ത് എന്ന സ്ഥലത്തേക്ക് അവൻ അവിടെ പോകുന്നത്, അല്ലെങ്കിൽ ആശിഷ് എന്ന രാജാവിൻ്റെ സ്ഥലത്തേക്ക് പോകുന്നത്. ഗത്തിൻ്റെ പ്രത്യേകത നമ്മളൊരു നിമിഷം മനസ്സിലാക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ ദാവീദ് ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്ത ഹല്ലേലൂയ ഫെലിസ്ത്യന്മാരെ കൊന്നൊടുക്കിയ സ്ഥലമാണ് ഗത്ത്. ഹല്ലേലൂയ. ആ ഫെലിസ്ത്യൻ്റെ നാട്ടിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത് ദാവീദിന് മനസ്സിലാവുകയും ദാവീദ് മനസ്സിലായി, ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് ശത്രുവിൻ്റെ ദേശത്താണ്. ഹല്ലേലൂയ. ഈ ശത്രുവിൻ്റെ ദേശത്ത് ഞാൻ നിൽക്കുമ്പോൾ ഹല്ലേലൂയ ഞാൻ എപ്പോൾ വേണമെങ്കിലും പിടിക്കപ്പെടാം, ഞാൻ ഏത് സമയത്തും കൊല്ലപ്പെടാം. ഹല്ലേലൂയ. ഒരു സൈഡിൽ ശൗലും സൈന്യവും എന്നെ പിന്തുടരുന്നു. മറ്റു സൈഡിൽ ശത്രുവിൻ്റെ ദേശത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അനേകരെ കൊന്നൊടുക്കിയ ദേശത്ത്, ഫെലിസ്ത്യ ദേശത്താണ് ഞാൻ ഇന്നായിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതുപോലെയാണ് ജീവിതത്തിൽ പലപ്പോഴും ഒരു പ്രതികൂലം കഴിഞ്ഞ് നമ്മളൊരു വിടുതലിലേക്ക് നടന്നു എന്ന് വിചാരിക്കുമ്പോൾ അപ്പോൾ തന്നെ മറ്റു പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ സന്ദർഭത്തിൽ ദാവീദ് എന്താണ് അവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ അവൻ രാജാവിൽ നിന്ന് പിടിക്കപ്പെടാതിരിക്കുവാൻ, അവൻ്റെ ഭൃത്യന്മാർ കണ്ട് അവനെ പിടിച്ചു കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി അവനൊരു ഭ്രാന്തനെ പോലെ നടിക്കുകയും ഹല്ലേലൂയ അവന് ഭ്രാന്താണെന്ന് വരുത്തി തീർക്കുകയും ചെയ്ത് അവൻ അവിടെ പലതും കാണിക്കുന്നതായിട്ട് നമുക്ക് 21-10 അവൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അവൻ അവിടെ അപ്രകാരമായിരിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ വളരെ മരണകരമായ ഭീതി അവൻ്റെ ഉള്ളിലുണ്ട്. അവനവിടെ ഭാരപ്പെട്ട് അവിടെ ആയിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ അവൻ യഹോവയെ സ്തുതിക്കുന്നുണ്ട്, അവൻ യഹോവയെ നിലവിളിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പുറത്തു വരണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായി പറയട്ടെ, ഗത്ത് രാജാവിൻ്റെ മുമ്പിൽ അവർ പിടിച്ചുകൊണ്ട് നിർത്തുമ്പോഴും രാജാവ് ചോദിക്കുന്നു, ഈ ഭ്രാന്തനെ നീ എൻ്റെ മുമ്പിൽ എന്തിനു കൊണ്ടുവന്നു? ഇവനെ ഇവിടെ നിന്ന് പുറത്താക്കി കളക. അപ്രകാരം ഒരു വലിയ വിടുതൽ ദൈവം അവനെ അവിടെ ചെയ്ത് അവനെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവരുന്നത് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അപ്രകാരം വിടുവിക്കപ്പെട്ട ദാവീദ് ഒരു ഗുഹയിലേക്ക് ഓടിപ്പോവുകയും അവിടെ നിന്ന് രചിച്ചതാണെന്ന് ഈ ഒരു സങ്കീർത്തനമെന്ന് പറയപ്പെടുന്നു. ഹല്ലേലൂയ. അതിൻ്റെ ആദ്യ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കുവാൻ ദാവീദിനൊരു മടിയുമില്ല. കാരണം അവൻ കടന്നു വന്ന അവസ്ഥകളെക്കുറിച്ച് അവന് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. ആകയാൽ ദാവീദ് അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിനെ
കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മളെ ഉത്ബോധിപ്പിക്കുകയുണ്ടായി. ഹല്ലേലൂയ. ആമേൻ. അവൻ പറയുന്നു, യഹോവയിൽ എളിയവൻ എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവൻ അത് കേട്ട് സന്തോഷിക്കും, എന്നോട് ചേർന്ന് യഹോവയെ മഹത്വപ്പെടുത്തുവിൻ. യഹോവയെ സ്തുതിക്കുവാൻ ദാവീദിന് വകയുണ്ട്. കാരണം യഹോവ അവൻ്റെ കഷ്ടകാലത്ത് നിന്ന് അവനെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുന്നത് കാണാൻ സാധിക്കും നമുക്ക്. അതിന് രണ്ടാം ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ 4-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നു, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ആമേൻ. വളരെ ഭയത്തോടു കൂടെയാണെന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. അപ്രകാരം ഭയത്തോടു കൂടിയായിരിക്കുന്ന ദാവീദ്, ഹല്ലേലൂയ, അവൻ്റെ സകല ഭയങ്ങളിൽ നിന്നും അവനെ ദൈവം വിടുവിച്ചു. അതിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ, ഹല്ലേലൂയ, പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. ആമേൻ. എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, എൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ദാവീദിന് പറയുവാൻ കഴിയും, ഹല്ലേലൂയ, അവൻ്റെ ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ്, അവനായിരിക്കുന്ന അവസ്ഥയിലാണ് അവൻ പറയുന്നത്. ആമേൻ. ഞാൻ യഹോവയുടെ മുഖത്തേക്ക് നോക്കി, എൻ്റെ മുഖം ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിച്ചില്ല. ഇന്ന് പകൽക്കാലം ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയട്ടെ, യഹോവയുടെ മുഖത്തേക്ക് നോക്കുന്നവരെ ഒരു നാൾ ലജ്ജിപ്പിച്ച് അയക്കുന്ന ദൈവമല്ല. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ യഹോവയുടെ മുഖത്തേക്ക് നോക്കി എന്തെല്ലാം അപേക്ഷിച്ചോ അതെല്ലാം ദൈവം, ഹല്ലേലൂയ, അത്ഭുതകരമായി നമ്മുടെ ജീവിതത്തിൽ നൽകി തരിക തന്നെ ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ദാവീദിൻ്റെ ഒരു സാക്ഷ്യമാണത്. അതപ്രകാരം തന്നെ നടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് ഞാൻ പെട്ടെന്ന് വരട്ടെ. യഹോവയുടെ ദൂതൻ തൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നുവെന്ന് ദാവീദ് പറയുന്നു. ഹല്ലേലൂയ. ഇത്രയും വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് ദാവീദ് അത് പറയുന്നത്. നമ്മുടെയും ജീവിതത്തിൽ അങ്ങനെയല്ലേ? പലപ്പോഴും നമ്മുടെ കഴിവോ മിടുക്കോ അല്ല, നമ്മുടെ പ്രാഗൽഭ്യവുമല്ല, പലപ്പോഴും നമ്മുടെ കഴിവിലപ്പുറമായി ഒരു ദൈവിക സാന്നിധ്യം ഇറങ്ങി വന്ന് നമ്മളെ പലതിൽ നിന്നും വിടുവിച്ചിട്ടില്ലേ? ഹല്ലേലൂയ. ദാനിയേലിനോട്, ആമേൻ, ഹല്ലേലൂയ, ദാനിയേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, അഗ്നിയുടെ നടുവിൽ ദൂതനെ ഇറക്കി വിട്ട് ദൈവം വിടുവിച്ചത് നമ്മൾ കാണുന്നു. ആമേൻ. ദാവീദിനോട് ചോദിച്ചാൽ ദാവീദിനും പറയാൻ കഴിയും, എന്നെയും ദൈവം ഇപ്രകാരം ദൂതനെ അയച്ച് വിടുവിക്കുന്നു. ഹല്ലേലൂയ. അവൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും എപ്പോഴും ദൂതൻ്റെ കാവലുണ്ടെന്ന് ദാവീദ് നമ്മളെ ഉത്ബോധിപ്പിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. അതിൻ്റെ 8 മുതൽ 10 വരെയുള്ളത് ദാവീദ് ഇപ്രകാരം പറയുന്നു, ആമേൻ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. ഹല്ലേലൂയ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. യഹോവയെ ശരണം പ്രാപിക്കുക, അല്ലെങ്കിൽ യഹോവയിൽ ആശ്രയിക്കുക. ആമേൻ. ദാവീദ് എപ്പോഴും യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമാക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും ഏത് പ്രതിസന്ധികളുടെ നടുവിലും പിന്നീട് ആയാലും നമ്മൾ കാണുന്നു, ദാവീദ് യഹോവയിൽ മാത്രമാണ് ആശ്രയിച്ചത്. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യഹോവൻ്റെ യേശു പറയുന്നത്, ദാവീദിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് പറയുവാനിടയായി തീർന്നു. അപ്രകാരം ദാവീദ് ഹൃദയപരമായി ദൈവത്തോട് ഏറ്റവും അടുക്കുകയും ദൈവത്തോട് അടുക്കുവാൻ നമ്മളെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. യഹോവയിൽ ആശ്രയിക്കുക. ഹല്ലേലൂയ. ആമേൻ. അതിൻ്റെ ബാക്കിയുള്ള വാക്യങ്ങളെല്ലാം ഞാൻ വിട്ടിട്ട് ഏറ്റവും അവസാനമായി പ്രകാരം പറയട്ടെ. ആമേൻ. അതിൻ്റെ 17-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നീതിമാൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹല്ലേലൂയ. ഒരു നീതിപരമായ ജീവിതം നയിക്കാൻ അതിൻ്റെ മുമ്പിൽ ദാവീദ് നമ്മളെ ഉത്ബോധിപ്പിക്കുന്ന വാക്യങ്ങളാണ് അതിൻ്റെ മുമ്പിലുള്ള വാക്യങ്ങൾ. ആമേൻ. നമ്മൾ നീതിയോടെ ജീവിക്കുന്നുവെങ്കിൽ, ആമേൻ, കർത്താവിന് ഇഷ്ടമുള്ളൊരു ഹോളി ലൈഫ് നമ്മൾ മുമ്പോട്ട് നയിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ഇവിടെ വിളിച്ചു പറയുന്നു, നീതിമാൻ്റെ, ഹല്ലേലൂയ, നിലവിളി ദൈവം കേൾക്കും. ആമേൻ. അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിക്കുക തന്നെ ചെയ്യും. അത് പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഏത് ദുഃഖത്തിൻ്റെ ആയാലും പ്രയാസത്തിൻ്റെ ആയാലും ആമേൻ അവസ്ഥകളിൽ ദൈവം തീർച്ചയായും നമ്മളെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഒരു നീതിമാനായിരിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് താഴത്തെ വാക്യത്തിൽ ദാവീദ് തന്നെ പറയുന്നു, നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്ന് യഹോവ അവനെ വിടുവിക്കുന്നു എന്ന് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. ദൈവമക്കളെ, ഞാൻ ഇപ്രകാരം പറയട്ടെ. ആമേൻ. ഈ സങ്കീർത്തനം നമ്മൾ പഠിക്കുവാൻ കഴിയും. ആമേൻ. ദാവീദിൻ്റെ ദൈവത്തോടുള്ള ആഴമായ സ്നേഹത്തെ, ആഴമായ വിശ്വാസത്തെ, യഹോവയിൽ ആശ്രയിക്കുന്നത്, യഹോവയെ സ്തുതിക്കുന്ന കാര്യത്തിൽ, ഹല്ലേലൂയ, ദാവീദിനൊട്ടും മടി കൂടാതെ ഏത് സമയത്തും അവൻ ചെയ്തതുകൊണ്ട് യഹോവ അവനോട് കൂടെയിരുന്നു. അവൻ്റെ അവസാനത്തോളം ദൈവത്തിൻ്റെ സാന്നിധ്യം അവനോട് കൂടെയിരുന്നു. ഇന്ന് പകൽക്കാലം നമ്മളും ഈ ജീവിതയാത്രയിലായിരിക്കുമ്പോൾ, ആമേൻ, കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറഞ്ഞുകൊണ്ട്, അവനിൽ സ്നേഹിച്ചുകൊണ്ട്, അവനിൽ ആശ്രയിച്ചുകൊണ്ട്, അവനിൽ നന്ദിയുള്ളവരായി അവനെ സ്തുതിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ ഞാൻ ഇരിക്കുന്നു. സമയം തന്ന ദേവദാസനോടും ഹല്ലേലൂയ സെക്രട്ടറിയോട് നന്ദി അറിയിച്ചോളൂ.
സ്തോത്രം. സങ്കീർത്തനത്തിൽ കൂടെ നമ്മളെ പ്രബോധിപ്പിച്ച ജിബ്രനോട് ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് തന്റെ ദാസനെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ആലയത്തിൽ കടന്നു വരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് ആരാധിപ്പാനും ഒക്കെ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. കടന്നു വന്ന എല്ലാ ദൈവമക്കളും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രത്യേകാല നമ്മുടെ മുൻ ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ ജേക്കബ് പി എബ്രഹാം പാസ്റ്റർ, തൻ്റെ മകൻ പാസ്റ്റർ ഫിന്നി, ഈ പ്രിയപ്പെട്ടവരെ ഈ മീറ്റിങ്ങിലേക്ക് സഭയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയും എല്ലാ വന്ദനങ്ങളും അറിയിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. നമ്മൾ പ്രാർത്ഥനാ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപേ ഇപ്പോൾ കുഞ്ഞുങ്ങൾ മുന്നോട്ട് കടന്നു വരികയും അവർ ഇന്ന് പഠിച്ചിരിക്കുന്ന വാക്യം പറയുകയും ചെയ്യും. അതിനായിട്ട് വാക്യം പറയാനായിട്ട് പ്രിയ മകൻ ജിസ് ജേക്കബിനെ മുന്നോട്ട് വിളിക്കുന്നു. കുഞ്ഞുങ്ങൾ മുന്നോട്ട് കടന്നു വന്നാട്ടോ. Praise the Lord. Psalms 40 verses 1, 2 and 3. I waited patiently for the Lord, and He included to me and heard my cry. He also, and out of the miry clay, He has put a new song in my mouth. Praise to our God. Many will cease fear, and I'll trust in the Lord. Amen. നമുക്ക് കരങ്ങളെ ഉയർത്തി 3 പ്രാവശ്യം ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മുന്നോട്ട് കടന്നു വരികയും ദൈവവാക്യങ്ങളെ പറയുവാൻ കർത്താവ് കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തിയല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ട അവരുടെ സ്കൂളിൽ, അവരായിരിക്കുന്ന മണ്ഡലങ്ങളിൽ, അവരുടെ ഭവനങ്ങളിലൊക്കെ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ തലമുറയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസത്തിലും അതിനേക്കാളുപരി ദൈവത്തിന് കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ സാംജി ബ്രദർ ചുരുക്കമായിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ വലിയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രിയ പൈതങ്ങളുമായി ഞങ്ങൾ ഞങ്ങളുടെ പദവിടത്തിലേക്ക് കടന്നു വരുന്നു. മക്കളങ്ങ് ഹല നൽകുന്ന ഹലലെ അവകാശവും ദുർബലവും പ്രതിഫലവുമാകുന്ന ഞങ്ങളുടെ വചനത്തിൽ കാണുന്ന പ്രകാരം ഞങ്ങളുടെ ഹലലെ അവകാശമായ കർത്താവേ, ഞങ്ങളുടെ മക്കളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ദുഷ്ടൻ്റെ ചെങ്കോലിരിക്കില്ല. ഞങ്ങളുടെ വചനപ്രകാരം കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ മേൽ ഹല്ലേലൂയ ദുഷ്ടൻ്റെ ദൃഷ്ടി പതിക്കാതെ അങ്ങയുടെ തങ്കച്ചിറകൾ മറയ്ക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നീ എൻ്റെ മുമ്പാകം നടന്നതുപോലെ ഹല്ലേലൂയ നിന്റെ മക്കളും ഹല്ലേലൂയ എൻ്റെ മുമ്പാകം നടന്ന് ഹല്ലേലൂയ തങ്ങളുടെ വഴികളെ സൂക്ഷിക്കുമെങ്കിൽ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ തക്കവണ്ണം നീ എൻ്റെ മുമ്പാകം നിനക്കൊരു പുരുഷൻ ഉണ്ടാകാതെ വരികയില്ലെന്ന് ദാവീദിനോട് അരുളിച്ചത് ദൈവമേ, ഞങ്ങൾ പിൻപറ്റിയ ഞങ്ങളുടെ സത്യദൈവത്തെ പിൻപറ്റുവാൻ ഞങ്ങളുടെ മക്കളെ പിന്നെയും അധികമായി സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ രാവിലെ അവർ ഉച്ചരിച്ച അവർ ഹല്ലേലൂയ ദൈവവചന പ്രകാരം ആ വചനം അവരുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവമിടിയാക്കണമേ. അവരായിരിക്കുന്ന എല്ലാ മേഖലകളിലും കർത്താവിനാൽ അവർ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവമിടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വിശേഷമായ വിദ്യാലയം ഞാൻ താനും കർത്താവ് നിറച്ച് ആശീർവദിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ രാവിലെ ഹല്ലേലൂയ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കാവലും പരിപാലനം അവരോടൊപ്പം ഉണ്ടായിരിക്കണമേ. കർത്താവേ, ഞങ്ങളിവിടെ അങ്ങേ ഹല്ലേലൂയ ആരാധിക്കുമ്പോൾ ദൂരത്തായിരിക്കുന്ന ഞങ്ങളുടെ തലമുറകളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിൻ്റെ തീമടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിദ്യാഭ്യാസമുള്ള ബന്ധത്തിൽ, ജോലിയുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ കർത്താവേ ഒക്കെ ആയിരിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. തുടർന്ന് നടക്കുന്ന ആരാധനയും മീറ്റിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും. പ്രാർത്ഥനയുടെ നാളെ വാഴ്ത്തും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കുഞ്ഞുങ്ങൾക്ക് ഇരിക്കാം. ഇന്ന് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കിടക്കുന്നതിന് മുൻപേ എന്തെങ്കിലും സാക്ഷ്യവാചകങ്ങളിലൂടെ പ്രാർത്ഥനാ വിഷയങ്ങളോ പറയുവാനുള്ള പ്രിയപ്പെട്ടവർക്ക് ഈ സമയത്ത് അത് പറയാം. സഹോദരിമാരുടെ ഭാഗത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ സമയത്ത് പറയാം, അത് പ്രാർത്ഥിക്കാവുന്നതായിരിക്കും. സഹോദരിമാരുടെ ഭാഗത്ത് ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവസഭയോടും ദൈവമക്കളോടും ഒത്ത് ദൈവത്തെ സ്തുതിപ്പാൻ തന്ന അവസരത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ 2024 9 മാസക്കാലം കർത്താവ്
എന്നെ എൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളുമായിരുന്നിടത്ത് കാത്തു പരിപാലിച്ച കർത്താവിൻ്റെ ദയയ്ക്കും വിശ്വസ്തതയ്ക്കുമായി ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എനിക്കും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതുവർഷം കൂടെ ദൈവം ദാനമായി തന്നു. ദൈവം നടത്തിയ എല്ലാ വിധങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്നു. പുഴുവാനും പ്രശംസിപ്പാനും ജീവിതത്തിലൊന്നുമില്ല. ദൈവം നടത്തിയത് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ നിന്ന് കടന്നു വരുവാനിടയായി. ആരാധനയ്ക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ മുട്ടുവേദനയാൽ ഭാരപ്പെടുന്നു ദൈവമക്കൾ. കഴിഞ്ഞ നാളുകളിൽ എന്നെ എൻ്റെ കുടുംബത്തെ ഓർത്ത് പലവിധ വിഷയങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവം വിടുതൽ തന്നു. എല്ലാം ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പാസ്റ്ററും കുടുംബവും എപ്പോഴും ഞങ്ങളുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. നടത്തുന്ന എല്ലാ വിധങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്നും എൻ്റെ ഹസ്ബൻഡിൻ്റെ പൂർണ്ണമായ ഒരു വിടുതലിന് വേണ്ടി ദൈവമക്കളുടെ പ്രത്യേകം പ്രാർത്ഥനയെ ചോദിക്കുന്നു. ദൈവഹിതമായാൽ അടുത്ത സാറ്റർഡേ 22-ാം തീയതി നാട്ടിലേക്ക് തിരിച്ച് മടങ്ങിപ്പോകേണ്ടതാണ്. യാത്രയിലെല്ലാം കർത്താവിൻ്റെ കൃപ അവിടെ ആയിരിക്കുമ്പോഴെല്ലാം കർത്താവ് കാത്തു പരിപാലിക്കേണ്ടതിനും പൂർണ്ണമായ ഒരു വിടുതൽ കാണുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് ദൈവമക്കളുടെയും ദേവദാസിൻ്റെയും ദൈവമക്കളുടെ പ്രാർത്ഥനയെ പ്രത്യേകമായിട്ട് ചോദിക്കുന്നു. അതുപോലെ എൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളും ആയിരിക്കുന്നിടത്ത് കർത്താവ് കാത്തു പരിപാലിക്കേണ്ടതിനും പലവിധ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. മകളുടെ വിഷയത്തിന്മേലെല്ലാം ദൈവമക്കൾ പ്രാർത്ഥിക്കും. സഹോദരിമാരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് നടത്തുന്ന എല്ലാ വിധങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. വചനത്തിൽ കൂടെ കേട്ടതുപോലെ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന പോലെ മുഖം ലജ്ജിപ്പാൻ ഇത്രയും സമാധാനത്തോടെ സന്തോഷത്തോടെ എനിക്ക് ആരാധനയ്ക്ക് വരുവാനൊക്കെ കർത്താവ് നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. ദൈവം നടത്തിയതല്ലാതെ ഒന്നും പറയുവാനില്ല. എൻ്റെ ഹസ്ബൻഡിന് പൂർണ്ണമായ ഒരു വിടുതൽ കൊടുത്ത് പൂർണ്ണമായ മാനസാന്തരത്തിൽ വന്ന് ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്ന് ഞങ്ങൾ ഒന്നിച്ച് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് എൻ്റെ കുടുംബത്തെ ഓർത്ത് കുഞ്ഞുങ്ങളെ ഓർത്തും തുടർന്നും പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവദാസനും കുടുംബത്തോടെയും എൽഡേഴ്സിനോടും SL പ്രയറിലുള്ളവരും സഹോദരിമാരോടും എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്നും പ്രാർത്ഥനയെ അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിൽക്കും. സഹോദരന്മാരുടെ ഭാഗത്ത് ആരെങ്കിലും ആരുമില്ല എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാൻ. സിസ്റ്റർ ഈ ദേശത്ത് 1 വർഷം കൂടെ പ്രിയ സഹോദരിക്ക് കർത്താവ് ദാനമായി നൽകിയല്ലോ. അതുപോലെ സാജൻ ബ്രദറിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ദേശത്തേക്ക് കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കി. ഇന്ന് പൽക്കാലം മുട്ടിൻ്റെ വേദനയാൽ ഭാരം അനുഭവിക്കുന്നു. ആ വിഷയത്തിൽ കർത്താവ് ഒരു വിടുതൽ നൽകേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ വരുന്ന ദിവസങ്ങളിൽ താൻ നാട്ടിലേക്ക് കടന്നു പോകുന്നു. പ്രിയ സഹോദരി നാളുകളായിട്ട് വിഷയങ്ങൾ ദൈവത്തിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ നമുക്കറിയാം. ആ വിഷയങ്ങളെല്ലാം നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ ഇരുവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കാനഡയിലായിരിക്കുന്ന മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർ ദൈവത്തിൽ വയ്ക്കുന്ന വിഷയത്തിന്മേൽ കർത്താവ് തക്ക സമയത്ത് മറുപടി നൽകേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ ജോഷുവോമോന് വേണ്ടി വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം അറിഞ്ഞതുപോലെ ഒരു ഇമ്മീഡിയറ്റ് സർജറി കഴിഞ്ഞ് ഇപ്പോൾ ICUവിലായിരിക്കുന്നു. പ്രിയ പൈതലിനെ കർത്താവ് പൂർണ്ണമായി വിടുവിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ സിസ്റ്റർ പനിയാൽ ഭാരപ്പെടുന്നു എന്നറിഞ്ഞു. അങ്ങനെ ഈ ദിവസങ്ങളിൽ പല സഹോദരങ്ങളും പനിയാൽ ഭാരപ്പെടുന്നുണ്ട്. അവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ കുടുംബമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവദാസൻ സ്ഥലങ്ങളിലായിരിക്കുന്നല്ലോ, ദൈവദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തന്നെ മടക്ക യാത്രയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. തക്ക സമയത്ത് ക്ഷേമത്തോടെ മടങ്ങിയെത്തുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തുടർന്ന് നടക്കേണ്ട വചന ശുശ്രൂഷയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്തമേശയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഈ തുടർന്ന് നടക്കേണ്ട എല്ലാ പ്രോഗ്രാമുകളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങളെ ദൈവകരങ്ങളിലെ ഏൽപ്പിച്ച് സഹോദരന്മാരിൽ ഒരാളെ ചുരുക്കമായിട്ട് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്ന കർത്താവേ, ഒരു ആരാധനാബന്ധത്തിൽ കർത്താവെ കടന്നു വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആരാധിപ്പാനും കർത്താവ് നൽകിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, കഴിഞ്ഞ ദിനങ്ങളൊക്കെ ദൈവത്തിൻ്റെ വലിയ സൂക്ഷിപ്പ് കരുതൽ ഞങ്ങളെല്ലാവരോടും കൂടി ഇരുന്ന് സഹായിച്ചതിനായി സ്തോത്രം കർത്താവേ. സമാധാനത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ പാടി ആരാധിക്കുവാൻ ഈ പൽക്കാലോടുന്ന് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. പാടുവാൻ ആരാധിപ്പാനൊക്കെയും ദൈവത്തിൻ്റെ കൃപ നൽകി തന്നതിനായി സ്തോത്രം കർത്താവേ. അതിലൊരു നല്ല സങ്കീർത്തനം നൽകി തന്നതിനായി സ്തോത്രം കർത്താവേ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, എൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേ ഇരിക്കും കർത്താവേ. ഏളി വരുന്നവരെ വിളിച്ചു ഹവാ കേട്ടു, എൻ്റെ സകല കർഷകൻ അവിടുത്തെ വിടുവിച്ച് ഈ രാവിലെ സമയം കർത്താവെ സങ്കീർത്തനെ കൂടി ഞങ്ങളെ ഓർപ്പിച്ചതിനായി സ്തോത്രം കർത്താവേ. അല്ലെങ്കിൽ കർത്താവേ, എൻ്റെ ദാസനെ അജീവതനെ കർത്താവെ സംഘത്തിന് കൂടെ പറയുവാൻ കർത്താവ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. വീണ്ടും കർത്താവെ സാക്ഷ്യവാചനങ്ങൾ കൂടി പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ച വിജയാന്റിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. നിന്റെ ദാസിയെ നീ അനുഗ്രഹിക്കുമാറാകണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇത്രത്തോളം ഈ മരുഭൂമിയിൽ നടത്തിയ ദൈവത്തിൻ്റെ വിശ്വസയ്ക്കായി സ്തോത്രം കർത്താവേ. കഴിഞ്ഞ ദിവസങ്ങൾ പുതുവർഷത്തെ പ്രവേശിപ്പാൻ കർത്താവ്
സഹായിച്ചല്ലോ. പുതുവർഷം അനുഗ്രഹമാക്കി തീർക്കുമാറങ്ങണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയത്തിന്മേലും ദൈവത്തിൻ്റെ മറുപടി കാണുവാൻ കർത്താവ് സഹായിക്കുമാറങ്ങണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വിശേഷ സാധനാചാരം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, കഴിഞ്ഞ ദിവസം ഈ രാജ്യത്ത് കടന്നു വരാൻ കർത്താവ് സഹായിച്ചല്ലോ. മുട്ടുവേദനയുടെ പ്രയാസാൽ ഭാരപ്പെടുന്നല്ലോ കർത്താവിൻ്റെ ദൃശ്യമായ കരം തൊട്ട് കർത്താവെ അവിടുന്ന് പൂർണ്ണമായ വിടുതൽ സൗഖ്യം നൽകുമാറങ്ങണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ ദിവസങ്ങളിൽ കർത്താവെ ദൈവത്തിൻ്റെ വചനം നിന്റെ ദാസനോട് നീ ഇവിടെ വിടുമാറങ്ങണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അത് മനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് സഹായിക്കുമാറങ്ങണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കുന്നു പറയത്തക്ക വിധത്തിൽ കർത്താവെ ഒരു കുടുംബമായ ദിവസത്തിൽ കടന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവരെ സഹായിക്കുമാറങ്ങണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കാനഡയിലായിരിക്കുന്ന മകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് സഹായിക്കുമാറങ്ങണമേ. നല്ല ഭാവി കടന്നു കൊടുത്ത് അനുഗ്രഹിക്കുമാറങ്ങണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കുന്ന സ്ഥാനം നീ പരിപാലിക്കുമാറങ്ങണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ പനിയാൽ ഭാരപ്പെടുന്ന സിസ്റ്റർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ പൽക്കാലം ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവത്തിൻ്റെ ദൃശ്യമായ കരം നിന്റെ ദാസ്യമേലയച്ച് പരിപൂർണമായ വിടുതൽ കൊടുക്കുമാറങ്ങണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതുപോലെ കർത്താവെ പനിയുടെ പ്രയാസാൽ മറ്റു ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ അവർ പരിപൂർണമായ വിടുതലും സൗഖ്യോടെ നൽകണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വിശേഷായ കർത്താവെ ആജോഷോമോന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. കഴിഞ്ഞ ദിവസം സർജറിയൊക്കെ കൂടെ കടന്നു പോകാൻ കർത്താവ് ഇടയായി. കർത്താവെ അതിൽ കർത്താവിൻ്റെ പരിപൂർണമായ വിടുതൽ കർത്താവ് ഏതെങ്കിലും മേലെ അവിടെ നയിക്കുമാറകണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം കർത്താവെ. നീ അത്ഭുതം പ്രവർത്തിക്കുമാറകണമേ ദൈവത്തോട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവദാസനായിരിക്കുന്ന സാന്ത് പരിപാലിക്കണമേ. മടക്കയാത്രയിലും ദൈവം പരിപാലിക്കുമാറകണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കളെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹൃദയനിർഗത്തോടെ മനസ്സ് തകർന്നവരായ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവെ ഓരോരുത്തരുടെ വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കുമാറകണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. തുടർന്നുള്ള വചന ശുശ്രൂഷ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്റെ ദാസന്മാരെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുമാറകണമേ. അനുഗ്രഹിക്കപ്പെട്ട വചന കർത്താവെ. ആത്മനിറയോടെ ഘോഷിപ്പാൻ ആവശ്യമായ ദൈവകൃപ നിന്റെ ദാസന്മാരെ അവിടുന്ന് സഹായിക്കുമാറകണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അത് കേൾക്കുന്ന ഞങ്ങൾക്ക് ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ, വിടുതലായി തീരുവാൻ, ആശ്വാസമായി തീരുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കുമാറകണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തിരുമേശ ഞങ്ങളുടെ മധ്യത്തിനുണ്ടല്ലോ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കുമാറണമേ. വിശുദ്ധിയോടെ പ്രാഗൽഭ്യത്തോടെ കർത്താവെ കൈനീട്ടുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വിശേഷാലിടി എന്ന കർത്താവ് ലക്ഷാനുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദാസനെ അവിടുന്ന് ബലപ്പെടുത്തുമാറണമേ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഏറിയ അഭിഷേകത്താൽ നിറയ്ക്കുമാറണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ സഭയായ ദൈവകരങ്ങളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാചനം കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപകൾക്കുമാറണമേ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇന്ന് പാടിയതുപോലെ എല്ലാ കാലത്തും ആശ്രയിപ്പാൻ കഴിവുള്ള ദൈവം കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട്. അതിനായി നമുക്ക് ദൈവസേനയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുകയും അതിനുശേഷം കർത്തൃമേശ നിർവഹിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതിനായിട്ട് ദൈവദാസനെ മുന്നോട്ട് ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ധന്യനായ കർത്താവിന് എല്ലാ മഹത്വം അർപ്പിക്കുന്നു. ഇന്ന് നമുക്ക് വിശുദ്ധ ആരാധനയോട് ബന്ധപ്പെട്ട് ദൈവത്തിലായിരിക്കാൻ ദൈവം അവസരം തന്നല്ലോ. ഇന്നലെ ഞാൻ നിങ്ങളുടെ മധ്യ അത്യാവശ്യമായി ശുശ്രൂഷിക്കേണ്ട ദൈവചിന്തയുടെ ഒരു ആമുഖം പറഞ്ഞു. അത് ഒരു 5 മണിക്കൂർ നീണ്ടിരിക്കുന്നൊരു ചിന്തയാണ്. ഞാനിന്ന് ഒരു മാരത്തോൺ ഓട്ടം ഓടി മുമ്പിലുള്ള ആ ചുരുങ്ങിയ നിമിഷം കൊണ്ട് നിങ്ങളുടെ മധ്യത്തിൽ കർത്താവിനെ ഏൽപ്പിച്ച ആ സന്ദേശം ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുകയാണ്. വായിക്കാം. ആമുഖം ഒന്നും എടുക്കുന്നില്ല, സമയമില്ല. അതുകൊണ്ട് ഹൈ സ്പീഡിൽ മുമ്പോട്ട് ഓടാനാണ് നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യർ 13-13 ആമേൻ. നിലനിൽക്കുന്ന 3 കാര്യം. ഭൂമിയിൽ നമ്മൾ പല കാര്യങ്ങളിൽ എപ്പോഴും ജീവിതം മുഴുവൻ ഇടപെട്ടുകൊണ്ടിരിക്കും. എന്നാൽ നിലനിൽക്കുന്നത്, ജീവിതത്തെ മുഴുവൻ കടഞ്ഞെടുത്താൽ നിലനിൽക്കുന്നത് 3 ഉള്ളൂ എന്ന് പറയുന്നു. അതെന്താണ്? നിത്യനായ ദൈവവുമായി ബന്ധപ്പെട്ട 3 കാര്യം. 1 വിശ്വാസം, 2 പ്രത്യാശ, 3 അഗപ്പേ സ്നേഹം. ബാക്കി ഭൂമിയിലുള്ളത് ഒന്നും നിലനിൽക്കുന്നല്ല, താൽക്കാലികമാണ്. നിത്യതയ്ക്ക് വേണ്ടി നമ്മളെ ബന്ധിച്ചിരിക്കുന്ന ഈ 3 കാര്യമാണ്. പൗലോസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു. 1 കൊരിന്ത്യർ 2:6 തൊട്ട് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഞങ്ങൾ തികഞ്ഞവരുടെ ഇടയിൽ എന്ത് ചെയ്യുന്നു? ദൈവജ്ഞാനം പ്രസംഗിക്കുന്നു. എന്തോ ജ്ഞാനമാ?
എന്തോ ജ്ഞാനമാ? ദൈവം ലോക സൃഷ്ടിക്ക് മുൻപ് തൻ്റെ ജനത്തിന് വേണ്ടി ഒരുക്കിയ നിത്യമായ തേജസ്സിനെ കുറിച്ച്. ഇന്നലെ വൈകിട്ടത്തെ ശുശ്രൂഷയിൽ ഞാൻ ഒരു വാക്യം കോട്ട് ചെയ്ത് ഇങ്ങനെ, നമ്മുടെ കർത്താവിൻ്റെ ശുശ്രൂഷ രണ്ട് വിധമായിരുന്നു. മത്തായി 4:23 കർത്താവ് പട്ടണങ്ങളും ദേശങ്ങളെല്ലാം ചുറ്റി നടന്നു, പിന്നെ പള്ളികളിൽ പഠിപ്പിച്ചു, ബാഹ്യസ്ഥലത്ത് പ്രസംഗിച്ചെന്ന് പറയുന്നു. അവൻ ദൈവ സഭയുടെ മധ്യത്തിൽ, പള്ളിയിൽ, ആരാധനയിൽ, സഭയ്ക്കകത്തെപ്പോഴും നിത്യമായ ദിവ്യജ്ഞാനത്തെക്കുറിച്ച് വിശ്വാസികളെ പഠിപ്പിച്ച് ഉറപ്പിക്കണം. അതേത് കാര്യമായിരിക്കണം? ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ തൻ്റെ പുത്രനിലൂടെ ദൈവസഭയ്ക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന നിത്യമായ സ്വർഗീയമായ എവർലാസ്റ്റിംഗ് വിഷയം. അതിനെക്കുറിച്ച് പൗലോസ് ഇങ്ങനെ പറയുന്നു, അതൊരു കണ്ണ് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഒരുവന്റെ ഹൃദയത്തിൽ തോന്നാത്ത നിത്യമായ കാര്യം. പ്രൈസ് ദി ലോർഡ്. അതായിരിക്കണം എപ്പോഴും ദൈവസഭയ്ക്ക് അകത്തുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ 23 വർഷമായി വെല്ലൂർ താമസിച്ച് പ്രവർത്തിക്കുക. ഞങ്ങളുടെ സഭ ആരാധന തൊട്ട് എല്ലാത്തിനും വരുന്നത് വടക്കേന്ത്യക്കാരായ പക്ക RSSകാരെ വെച്ചോണ്ടാണ് ഞങ്ങൾ എല്ലാ മീറ്റിങ്ങും സൺഡേ ആരാധന പോലും നടത്തുന്നത്. അവിടെ എല്ലാം ഞങ്ങൾ ശുശ്രൂഷിക്കുന്നത് ഒരേ ഒരു വെളിപ്പാടാണ്. നിങ്ങൾ വിചാരിക്കും എങ്ങനെ ഇവരെ വെച്ചോണ്ട് ആരാധന നടത്തുന്നത്? അവസാനം വലിയൊരു വിടുതലിൻ്റെ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ അങ്ങ് പോകും. ഇതിൻ്റെ എല്ലാം രഹസ്യം ഒന്നേ ഉള്ളൂ. ആ രഹസ്യത്തിലേക്ക് ഇപ്പം ഞാനൊന്ന് ഓടി വരാനായിട്ട് നോക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞല്ലോ 3 കാര്യമാണ് നിലനിൽക്കുന്നത് ക്രിസ്ത്യ ജീവിതത്തിൽ. അതിനൊരു പോർഷൻ ഞാൻ ഇന്നലെ ഓർപ്പിച്ചു. റോമാലേഖനം 1-ാം അധ്യായം 18 തൊട്ട് 8-ാം അധ്യായം 30 വരെയുള്ള വാക്യം വായിച്ചാൽ, പാപിയായി പടുകുഴി കിടക്കുന്ന ഒരു വ്യക്തിയെ ക്രിസ്തീയത്തെ വളർത്തിയെടുത്ത് കർത്താവിന്റെ കാൽവരി മരണത്തിൽ കൂടെ വീണ്ടെടുത്ത് അവനെ സഭയിലൂടെ വിശുദ്ധീകരിച്ച് മഹിമയുള്ള തമ്പുരാന്റെ മുമ്പിൽ തേജസ്സോടെ നിർത്തുന്ന ഒരു അനുഗ്രഹീത റോഡ് മാപ്പ് നമുക്ക് കാണാൻ പറ്റും. ഇത്രയും ഭാഗത്ത് കിടപ്പുണ്ട്. അത്ര സുന്ദരമായിട്ട് ബൈബിളിൽ വേറെ ഒരിടത്തും ഒരു ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പാപിയെ തമ്പുരാന്റെ മുമ്പിൽ തേജസ്സോടെ നിർത്തുന്ന ഒരു പോർഷൻ ബൈബിളിലില്ല. വളരെ സുന്ദരമായ ഭാഗം. ഞാൻ പറയുന്നത്, നമ്മൾ എന്തു വേണം? ദിവസവും വായിക്കേണ്ട ഭാഗമാണ് ഈ റോമാലേഖനം എന്ന് പറഞ്ഞ സ്തോത്രം. നമ്മുടെ സഭകളിലൊക്കെ ഇത് ഡെയിലി പഠിപ്പിക്കണം. പ്രത്യേകിച്ച് എല്ലാ കൂട്ടായ്മകളിലും അത് മാത്രം പഠിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവിടെ ചെന്നേ പിന്നെ ജാതികടയിലെ ശുശ്രൂഷയിടയിൽ ഞാൻ ഒരിക്കൽ പോലും പള്ളിയമ്പത്തിലെ പ്രസംഗം പ്രസംഗിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം വായന ഞങ്ങൾക്കില്ല. ഒരു ദാവീദിനെ പറ്റി, ഒരു ഏലിയാമിനെ പറ്റി, ഒരു അബ്രഹാമിനെ പറ്റി പഠിപ്പിക്കത്തില്ല. എല്ലാ യേശുവിന്റെ കാൽവരുടെ ദർശനം, ആ നിത്യമായ ജ്ഞാനം മാത്രമേ പ്രസംഗിക്കത്തുള്ളൂ. അത് പ്രസംഗിക്കുമ്പോൾ പാപത്തിലും ദുഃഖത്തിലും നിരാശയിലും പ്രശ്നത്തിലും വരുന്ന ആയിരങ്ങൾ ആ ഫസ്റ്റ് മെസ്സേജിനെ സമർപ്പിച്ച് രക്ഷിക്കപ്പെട്ട യേശുവേ എന്ന് വിളിക്കുന്നു. കർത്താവുമായിട്ട് കണക്ട് ആകുന്നു. തീരാത്ത വ്യാധികൾ സൗഖ്യമാകുന്നു. നിത്യതയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നു. അവർ തിരിച്ചു പോകുമ്പോഴത്തേക്ക് യേശുവിനെ സേവിപ്പാനായി സമർപ്പിക്കുന്നു. അവരെ പിന്നെ ഞങ്ങൾ പരിശീലിപ്പിച്ച് വടക്കേണ്ടിയിൽ സഭകൾ ആരംഭിക്കുന്നു. ഇതാണ് ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ. ഞങ്ങളുടെ മകന്റെ ക്യാൻസറിന് കർത്താവ് വിടുതൽ തന്ന ശേഷം കർത്താവ് ഞങ്ങളെ വെല്ലൂരെ കൊണ്ടുപോയി ഈ ഒരു ശുശ്രൂഷയിലായിരിക്കുകയാണ്. ഞാൻ അത്രേ അത് പറയുന്നുള്ളൂ, അധികം പറയാൻ സമയം മുമ്പിലില്ല. നമുക്ക് ഈ റോമാലേഖനം 1:18 തൊട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അങ്ങ് നിർത്തും. പിന്നെ കർത്തൃമേശയിലേക്ക് പ്രവേശിക്കണം. അതിനകത്ത് എത്രത്തോളം പറയാം അത് മാത്രം ഓർപ്പിക്കുന്നു. ഈ ഇന്നലത്തെ ബാക്കി ഇന്നത്തെ ബാക്കി 20 മിനിറ്റ്. ഇതിൻ്റെ ബാക്കി വൈകിട്ടത്തെ ആരാധനയ്ക്ക് അവിടെ ശുശ്രൂഷിക്കും. അതിൻ്റെ ബാക്കി നാളെ വൈകിട്ട് ശനിയാഴ്ച വൈകിട്ടത്തെ ഇവിടുത്തെ ശുശ്രൂഷയിൽ ശുശ്രൂഷിക്കുന്നതായിരിക്കും. എന്നാലും എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പോയിന്റ് തീർക്കാനൊക്കത്തുള്ളൂ. സാരമില്ല, അതെങ്കിലും നിങ്ങളുടെ അകത്ത് ഒരാഴമേറി വെളിപ്പാട് തന്ന്
നിത്യതയ്ക്ക് വേണ്ടി അന്ത്യനാളുകളിൽ ദൈവസഭയുടെ വിശ്വാസവും പ്രത്യാശയും എങ്ങനെയോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരെ മടക്കി കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു ക്ലച്ചിലാക്കിയിടണമെന്ന് ആത്മാവ് എൻ്റെ ഉള്ളത്തിൽ തിടുക്കം തന്നാണ് മുന്നോട്ട് വിട്ടേക്കുന്നത്. അതിനുവേണ്ടി ഇത് പ്രാർത്ഥനയോട് ഒന്ന് ശ്രമിക്കട്ടെ. കർത്താവിൻ്റെ കൃപയിൽ മാത്രം ശരണപ്പെട്ടുകൊണ്ട് റോമാലേഖനം 1-18 തൊട്ട് 3 ഏതാണ്ട് 18 വരെ വായിച്ചാൽ ഒരു വലിയ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രം എന്താണെന്നറിയാമോ? അതിനെ നമുക്ക് 3 തിരിക്കാം. 1-18 തൊട്ട് ഒരു 4-5 വാക്യം വായിച്ചാൽ കാണുന്നത് ഒരു വലിയ കാര്യമാണ്. എന്ത്? നമ്മളെല്ലാവരും തമ്പുരാനെ അറിയുന്നത് വചനത്തിലൂടെ യേശുവിനെ അറിയുന്നത്. എന്നാൽ ലോകം യേശുവിനെ അറിയേണ്ടത് ഈ പ്രപഞ്ചം എന്ന ബൈബിളിൽ കൂടാ. അതാണ് അവിടുത്തെ ഒന്നാമത്തെ പോയിന്റ്. ഈ പ്രപഞ്ചം എന്ന ബൈബിള് നോക്കിയിട്ടും കണ്ടിട്ടും തമ്പുരാന്റെ ഈ അതിമഹത്തായ സൃഷ്ടിപ്പ് കണ്ടിട്ടും ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന സർവശക്തനെ ഓട്ടോമാറ്റിക്കലി മനുഷ്യൻ തേടിക്കോണം എന്നാണ് അവിടെ കൊടുത്തേക്കുന്നത്. തേടുന്നവന് 112 സംഘത്തിന് 3 വാക്യമുണ്ട്. നേരുള്ളവർക്ക് തമ്പുരാൻ എന്ത് ചെയ്യും? ഇരുട്ടിൽ വിളിച്ചോദിപ്പിക്കും. നേരുണ്ടോ? ഈ പ്രപഞ്ചം എന്ന ബൈബിൾ നോക്കിയിട്ട് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു പരാശക്തിയെ കാണാനായിട്ട് ഒരു തിടുക്കമുണ്ടോ? അവനെ ദൈവം എത്ര ഇരുട്ടിൽ കടന്നാലും വെളിച്ചം കൊടുത്തവനെ ആ പ്രകാശത്തിലേക്ക്, ദിവ്യപ്രകാശത്തിലേക്ക് നടത്തും. ഈ പ്രകാശത്തിന് വേണ്ടി തേടാത്തവരോട് കർത്താവ് പിന്നെ സംസാരിക്കത്തില്ലെന്നുമാണ് 24 വാക്യം തൊട്ട് പറയുന്നത്. അവരെ കർത്താവ് ഗിവപ്പ് ചെയ്യുമെന്നൂടെ കൊടുത്തിട്ടുണ്ട്. ഗിവപ്പ് ചെയ്താൽ 2 രീതിയിലുള്ള പരാജയം സംഭവിക്കുന്നതോടെ പറയുന്നു. 24 തൊട്ട് 27 വരെ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു: അവൻ പാപത്തിന് ഒരടിമയായ ശരീരത്തിൽ മാറും. ശരീരത്തിന് യാതൊരു കൺട്രോളും ഉണ്ടാകത്തില്ല. നമുക്കറിയാമല്ലോ, സൂര്യന് ചുറ്റും 9 ഗ്രഹങ്ങൾ ചുറ്റുന്നു. അതതിൻ്റെ ആകർഷണ വലയത്താൽ ഓരോന്ന് കറക്റ്റ് ഓർബിറ്റിൽ കൂടെ യാത്ര ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ നീതി സൂര്യനാണെന്ന കർത്താവ് അകത്ത് വരാത്ത കാലത്തോളം, കർത്താവുമായിട്ട് കണക്റ്റഡ് ആകാത്ത കാലത്തോളം നമ്മുടെ ജഡത്തിൻ്റെ മേൽ നമുക്ക് ഒരു കൺട്രോളുമില്ല. പാപത്തിൻ്റെ അടിമത്തത്തിലാണെന്നാണ് 1-24 തൊട്ട് 27 വരെ പറയുന്നത്. പിന്നെ 28 ഇങ്ങനെ പറയുകയാണ്, ഈ കർത്താവുമായിട്ട് കണക്റ്റഡ് ആകാത്ത ഒരുത്തനും മൈൻഡിന്റെ മേൽ യാതൊരു കൺട്രോളുമില്ല. വേണമെന്നുണ്ടെങ്കിൽ 28 വാക്യം മാത്രം ഒന്ന് വായിച്ചു. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. ആമേൻ. എന്ത് ചെയ്തു? നികൃഷ്ട ബുദ്ധി. തമ്പുരാനെ അറിയണമെന്നോ അറിയാൻ താല്പര്യമില്ലാത്തവനെ അവന്റെ മൈൻഡ് തിന്മ ചെയ്യുവാൻ, തിന്മ ചിന്തിക്കുവാൻ, ഈ മൈൻഡിന്റെ മേൽ യാതൊരു കൺട്രോളും ഇല്ലാത്തവനായി മാറ്റുമെന്ന്. പിന്നെ താഴോട്ട് ലിസ്റ്റാ ഒരു 4 വചനം, അത് നിങ്ങൾ വായിക്കണം. കർത്താവ് നീതി സൂര്യനാകി ഇതിനകത്ത് നമ്മളെ കൺട്രോൾ ചെയ്യാത്ത കാലത്തോളം, ആദ്യത്തെ ഭാഗം എന്താ പറഞ്ഞേ? സ്തോത്രം. ശരീരത്തിന്മേൽ ജഡത്തിന്മേൽ നമുക്ക് കൺട്രോൾ ഇല്ല. പഞ്ചേന്ദ്രിയങ്ങളുടെ മേൽ ഒരു കൺട്രോളുമില്ല. നോക്കുന്നതിനോ സംസാരിക്കുന്നവനോ കേൾക്കുന്നവനോ തൊടുന്നതിനോ ഒരു കൺട്രോളുമില്ല. എന്നാ 1-ാം ഭാഗം. 2nd ഭാഗം മൈൻഡിന്റെ മേൽ കൺട്രോൾ ഇല്ല. ഈ സാഹചര്യത്തിലാണ് മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് മതം, മനുഷ്യൻ മതത്തെ ഉണ്ടാക്കി. ഇതാണ് 2ാം ചിന്ത, 2ാമത്തെ അധ്യായം. ഈ മതത്തിലൂടെങ്കിലും ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ മനുഷ്യൻ അവന്റെ ബുദ്ധി കൊണ്ട് ശ്രമിക്കുക. അങ്ങനെയാണ് മതങ്ങൾ ഭൂമിയിൽ ഉണ്ടായത്. എന്നാൽ 2ാം അധ്യായത്തിന് സമാപനത്തിൽ വരുമ്പം പറയാണ്, മതം ഉണ്ടാക്കിയവനെ, നീ മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കുന്നവനെ, നീ പോക്കാണല്ലോ. നീ ഉപദേശിക്കുന്നല്ല, നിന്നെ കൊണ്ട് നിന്റെ ജഡത്തിലും മൈൻഡിലും ഒരു കൺട്രോളും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ആ 2ാം അധ്യായം അവസാനിക്കുക. അങ്ങനെ മതത്തെ കൊണ്ട് മനുഷ്യനെ രക്ഷിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് 2ാം അധ്യായത്തിലെ ചിന്താവിഷയം. ആ രംഗത്താണ് 3-9 വായിക്കുമ്പോൾ മതങ്ങളെ കൊണ്ടും മനുഷ്യൻ രക്ഷിക്കാൻ വയ്യാത്ത നിസ്സഹനായ മനുഷ്യന്റെ ദയനീയമായ ഒരു ചിത്രം നമുക്ക് 3-10 തൊട്ട് 18 വരെ കാണുവാൻ സാധിക്കും. അതിങ്ങനെ വളരെ ആലങ്കാരികമായി പരിശുദ്ധാത്മാവ് പറയുന്നു. ഒരു ഡോക്ടർ അടുത്ത് ഒരു പേഷ്യൻ്റ് വരുമ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും? വാ തുറന്ന് ലൈറ്റ് അടിച്ച് നോക്കും.
കണ്ണ് തുറന്നു നോക്കും, ചെവി നോക്കും, ഇവിടൊക്കെ ഒന്ന് പിടിച്ചു നോക്കും. എന്നറിയാമോ ഇവൻ്റെ എവിടൊക്കെയാ രോഗം എന്ന് പറഞ്ഞ പോലെ പാപിയായ മനുഷ്യ കുലത്തിൻ്റെ വാ തമ്പുരാൻ തുറന്നിട്ട് പറയും, ഇവൻ്റെ വായിന്ന് വിഷം ചീറ്റുന്നല്ലാതെ വേറെ ഒന്നുമില്ല. ഇവൻ്റെ കണ്ണ് നോക്കിയിട്ട് പറയും, ഇവൻ്റെ അരുതാത്ത കാണുന്നല്ലാതെ ഇവനെ കൊണ്ട് ഒന്നും പറ്റുന്നില്ല. അരുതാത്ത കേൾക്കുന്നു, അരുതാത്ത പ്രവർത്തിക്കുന്ന കാല്. ഇങ്ങനെ പരിശുദ്ധാത്മാവ് പാപിയായ മനുഷ്യനെ ഇങ്ങനെ ആലങ്കാരികമായ ഭാഷയിൽ 3-10 തൊട്ട് താഴോട്ട് പറയുക. അങ്ങനെ മനുഷ്യൻ വളരെ ഒരു നിസ്സഹനായിപ്പെട്ട ഒരു അവസ്ഥയാണ് 1, 2, 3 അധ്യായത്തിൽ 3:18 വരെ പറയുന്നത്. എന്നിട്ട് 3:23 വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ഒരു വ്യത്യാസമില്ല, സകലരും പാപം ചെയ്തു ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ട് പാപത്തിൻ്റെ പടുകുഴി കടക്കുന്നു. ഈ ചിത്രം പഴയ നിയമത്തിൽ ഒരു മനോഹരമായ ഒരു ആലങ്കാരിക ഭാഷയിൽ മനുഷ്യൻ്റെ ഈ നിസ്സഹായതയെപ്പറ്റി പറഞ്ഞൊരു പോർഷനുണ്ട്. അതാണ് 40-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. എന്താ അറിയാം? 1-2 വാക്യം നമുക്കെല്ലാം കാണാപ്പാടം അറിയുന്ന വാക്യം. എന്താ പറയുന്നത്? ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്ന അവനെങ്കിലേക്ക് ചാഞ്ഞു, പിന്നെ എൻ്റെ നിലവിളി കേട്ടു, അവനെന്നെ എന്ത് ചെയ്തു? നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറിൻ്റെ അകത്തു നിന്നും കയറ്റി. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, ഒരു 20 അടി താഴ്ചയുള്ള ഒരു കിണറ്, അരിഞ്ഞാണം പോലും ഇല്ല കയറി വരാൻ, അതിനകം മുഴുവൻ ഒരു 5 അടി ചേർന്ന് വിചാരിച്ചു. ഒന്ന് ഇമാജിൻ ചെയ്യ്. ആമേ, മനുഷ്യന്റെ പാപത്തിന്റെ നിസ്സഹായതയെ വളരെ ആലങ്കാരികമായിട്ട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഞാൻ കുഴഞ്ഞ ചേറിലായിരുന്നു, നാശകരമായ കുഴിയിലായിരുന്നു, എനിക്ക് സ്വയമേ കയറാൻ പറ്റുന്നില്ല. ഒരു കാല് പൊക്കുമ്പോൾ മറ്റേ കാല് താണുപോവുകയാണ്, ഇനി ഇത് പൊക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റേ കാല് താണുപോവുകയാണ്. ഇവനെ എത്ര ശ്രമിച്ചാലും സ്വയമേ പുറത്തു വരാൻ പാടില്ലാത്ത ഒരു ചേറിന്റെ അവസ്ഥയെന്നാണ് മനുഷ്യന്റെ പാപത്തിന്റെ പടുകുഴിയെ പറ്റി അവിടെ പറയുന്നത്. പിന്നെ പറയുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു, എന്നെ ആ കുഴിയിൽ നിന്ന് പൊക്കിയെടുത്ത് പാറമേൽ നിർത്തി വായി പാട്ട് തന്നു. ഈ പാട്ട് കേട്ടപ്പോൾ എല്ലാവരും സന്തോഷിക്കുകയാണ്. ഹല്ലേലൂയ! മനുഷ്യൻ ശരീരത്തിലും മനസ്സിലും ജഡത്തിലും പാപത്തിന്റെ അടിമത്തത്തിൽപ്പെട്ടവനെ സ്വയമേ അവന് രക്ഷപ്പെടാൻ പറ്റാതെ വണ്ണം മതങ്ങളും എല്ലാം അമ്പേ പരാജയപ്പെട്ടപ്പോ അവനെ രക്ഷിക്കുവാനായി സ്വർഗത്തിൽ തമ്പുരാൻ ഒരുക്കിയ രക്ഷണ പദ്ധതിയാണ് 3:24, 25, 26. ഹല്ലേലൂയ! അവിടെ മഹത്തരമായ രക്ഷന്റെ പദ്ധതി കാണാൻ സാധിക്കും. ആ സത്യത്തിൽ ഈ 3 വാക്യമാണ് ബൈബിളിന്റെ ഹാർട്ട് എന്ന് പറഞ്ഞ. കർത്താവിൻ്റെ കാൽവറിയെ വളരെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്ന രക്ഷന്റെ ശുശ്രൂഷ. നമ്മളങ്ങ് രക്ഷ എന്നേ പറയത്തുള്ളൂ. ആ രക്ഷ ഒരു പാക്കേജാണ്. ആ പാക്കേജിൽ മൊത്തം 8 കൂട്ടം കാര്യമുണ്ട്. പ്രൈസ് സ്ഥലം. അത് ഞാനൊന്ന് എത്രത്തോളം പറയാൻ ഒക്കെന്ന് എനിക്കറിയത്തില്ലെങ്കിൽ ഞാൻ നോക്കട്ടെ, ഒന്ന് ഓടിച്ചു വായിച്ചു. 24, 25, 26 നോക്കട്ടെ. കാൽവറി ക്രൂസിന്റെ രക്ഷന്റെ ശുശ്രൂഷ നമ്മളൊന്ന് ആഴമായിട്ട് മനസ്സിലാക്കണം. അവന്റെ കൃപയാൽ ശ്രദ്ധിക്കൂ. കാൽവറിയിലെ രക്ഷന്റെ ശുശ്രൂഷ ഒന്ന് കർത്താവിന്റെ കൃപ പ്രദർശിപ്പിക്കുന്ന സെന്ററാണ്. ഒന്ന് കൃപ, ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം. 2 കാൽവറിയുടെ രക്ഷ ഒരു വീണ്ടെടുപ്പിന്റെ ശുശ്രൂഷയാണ്. സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. സൗജന്യം. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ. ഈ രക്ഷ പ്രായശ്ചിത്തം, പകരം നമുക്ക് സ്വയമേ രക്ഷപ്പെടാൻ വയ്യായിരുന്നപ്പോൾ രക്ഷപ്പെടാനുള്ളതെല്ലാം ചെയ്തു തീർത്തു. പ്രായശ്ചിത്തം. ദൈവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പിന്നെ ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് നീതീകരിക്കുന്നു. കാൽവറി ശുശ്രൂഷ ഒരു ജസ്റ്റിഫിക്കേഷൻ ശുശ്രൂഷ, നീതീകരണ ശുശ്രൂഷ. തിന്മ നിറഞ്ഞ നാറുന്ന ദുർഗന്ധം വമിക്കുന്നവന് യാതൊരു തെറ്റുമില്ലെന്ന് തമ്പുരാൻ പുത്രന്റെ കാൽവറി മരണത്തിൽ വിശ്വസിക്കുന്നവന് സൗജന്യമായി ഡിക്ലെയർ ചെയ്തു. ഹല്ലേലൂയ! അടുത്ത വാക്യം വായിച്ചോ, നിൽക്കുന്നില്ല സമയം. ഇക്കാലത്ത് തന്നെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. കാൽവറി മരണം തമ്പുരാന്റെ നീതിയെ നമ്മളെ ഉടുപ്പിക്കുന്ന ഏരിയ. ഇതെല്ലാം നിന്ന് പറയേണ്ട വെളിപ്പാടാണ്. പിന്നെ 8ാമതൊരു പോയിന്റ് കൂടെ ഉണ്ട്. അത് 8:14 കിടപ്പുണ്ട്.
കാൽവറിയിലെ രക്ഷണ ശുശ്രൂഷ ഒരു ദത്തെടുപ്പ് ശുശ്രൂഷയാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ് ജീസസ്. ഒന്നാമത്തെ ഭാഗം കൃപയെ പറ്റി മാത്രം 2 വാക്ക് പറഞ്ഞാൽ നിർത്താം, സമയം തീർന്നു. കൃപ എന്തായി? കൃപ നമ്മൾക്ക് കൂടെ ബൈബിളിൽ ഉള്ളതും നമ്മൾ കേൾക്കുന്നതുമായൊരു പ്രയോഗമാണ് കൃപ. സത്യത്തിൽ നമ്മളതിൻ്റെ ആഴം മനസ്സിലാക്കുന്നില്ല. ഞാനത് മനസ്സിലാക്കാൻ ഒരു ചെറിയ ദൃഷ്ടാന്തം പറയാം. സപ്പോസ് ഒരു യാചകൻ നമ്മുടെ വീട്ടിൽ വന്നെന്നിരിക്കട്ടെ, വല്ലോം തരണേ. നമ്മൾ ചിലപ്പോൾ ഇഷ്ടമുണ്ട് 5 രൂപ 10 രൂപ കൊടുക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. സപ്പോസ് നമ്മൾ അവനെ വീട്ടിലോട്ട് വിളിച്ചിട്ട് പറയുക, ഒരു നല്ല ടവൽ കൊടുത്തു, ഒരു നല്ല ഉടുപ്പ് കൊടുത്തു, ഒരു സോപ്പ് കൊടുത്തു, ഒരു റേസർ കൊടുത്തു, നീ ആ ബാത്റൂമിൽ പോയി ഇതൊക്കെ ഒന്ന് ഷേവ് ചെയ്യ്, പിന്നെ ഒരു സോപ്പ്, നീ ഒന്ന് നല്ലവണ്ണം ഈ സോപ്പ് ഇടുന്ന് കുളിക്ക്, പിന്നെ ഈ ടവൽ എടുത്ത് നീ ഒന്ന് തോർത്ത്, ഒരു നല്ല ഡ്രസ്സ് കൊടുത്ത് നീ ഇതൊക്കെ ഒന്ന് ഉടുത്ത്, എന്നിട്ട് വാ എൻ്റെ മേശ വന്ന് എൻ്റെ കൂടെ കഴിക്ക. തീർന്നില്ല, ഇന്ന് തൊട്ട് മരണം വരെ എൻ്റെ മേശ നീ കഴിച്ചോണം. തീർന്നില്ല, എൻ്റെ ഈ വീടും എൻ്റെ ഈ സ്വത്തും എൻ്റെ ഈ ബാങ്കിലെ ഡിപ്പോസിറ്റ് മുഴുവൻ നിന്നക്കായി ഞാൻ തയ്യാറാക്കിയത ഡോക്യുമെന്റ് തയ്യാറാക്കി തന്നിരിക്കുന്നു. അവനത് കൈനീട്ടി മേടിക്കുന്നതിന് പറയുന്ന പേരാണ് കൃപ. ഇതുകൊണ്ട് വല്ലതും മനസ്സിലായോ? മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്താ കാര്യം എന്ന് മനസ്സിലാകുന്നുണ്ടോ? ഒരു യോഗ്യതയില്ലാത്തൊരു യാചകന് അവന് നമുക്ക് വേണേ കൊടുക്കാതെ വിടാം. അവന് നമുക്കുള്ളതല്ലോ അവന് സൗജന്യമായി കൊടുത്തു. ഇത് ഭൂമിയിൽ ഒരുത്തനും ചെയ്യത്തില്ല. വേണേ കൊടുക്കും, കുറെ യോഗ്യത ഉള്ളവന് ഒരു യോഗ്യത ഇല്ലാത്തവന് കൊടുത്തു. ഇതാണ് കാൽവരി കർത്താവ് ചെയ്തത്. പാപത്തിന്റെ പടുകൂടി കിടക്കുന്നവൻ, നാറിക്കിടക്കുന്നവൻ, ജയമില്ലാതെ കിടക്കുന്നവൻ, കരകയറാൻ വയ്യാത്തവന് കാൽവരിയിലെല്ലാം സൗജന്യമായി കൊടുത്തു. ഹല്ലേലൂയ. അതിന് പറയുന്ന പേരാണ് കൃപ. ഈ കൃപ അനുഭവിക്കുന്ന ഇവൻ സപ്പോസ് 2 വർഷം കഴിഞ്ഞിട്ട് വേറൊരുത്തൻ വീട്ടോട്ട് വന്നു, ചോദിക്കുക ഇതാരുടെയൊക്കെയാ? പറഞ്ഞ അവൻ പറയാന്ന് വിചാരിച്ചു, ഇതും കൂടെ എൻ്റെയാണ് എന്നിവൻ എന്തെങ്കിലും ഒരിക്കൽ പറഞ്ഞാൽ യജമാൻ അപ്പുറത്ത് നിൽക്കുക. യജമാൻ്റെ മനസ്സിലെന്താ വരും? അഹങ്കാരി പറഞ്ഞില്ലേലും വരത്തില്ല. എടാ, നീ വഴി തെണ്ടി നടന്നവനല്ലേ, നീ കൃപ കൊണ്ടകത്ത് കയറി നിൽക്കുകയല്ലേ, എൻ്റെ ഞാൻ എന്ന് നിനക്ക് ജീവിതായുസ് പറയാനൊക്കോ? പറയാനൊക്കത്തില്ല. അപ്പം മനസ്സിലായല്ലോ, കൃപയിൽ ജീവിക്കുന്നവൻ ഒരിക്കലും എൻ്റെ ഞാൻ ആയുസ് ചിന്തിച്ചേക്കല്ലോ. കൃപ അനുഭവിക്കുന്നവനല്ല കർത്താവ്. അവന്റെ കൃപയാ, അവന്റെ ദയയാൽ, അവന്റെ കരുണയാൽ ഞാൻ ആയിരിക്കുന്നു. അത് കവിഞ്ഞൊന്നും അവന് പറയാനില്ല, ചിന്തിക്കാനില്ല. അതാണ് കൃപ. നമ്മളിപ്പോ കർത്താവിന്റെ മേശയുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണല്ലോ. ഈ കർത്താവിന്റെ മേശയുടെ മുമ്പിലേക്ക് വന്നിരിക്കുമ്പോൾ ഈ വെളിപ്പാടോടെ നമുക്ക് വരാം. ആരെക്കൊണ്ട് നമ്മളെ രക്ഷിക്കാനാവതല്ലാതിരുന്നപ്പോൾ അവൻ കാൽവറിയിൽ ഈ മഹത്തരമായ രക്ഷ, എട്ടിൽപ്പരം ശ്രേഷ്ഠമായ ചിന്തകൾ അടങ്ങിയിരിക്കുന്ന ഈ രക്ഷണ ശുശ്രൂഷ എന്ത് ചെയ്തു? സൗജന്യമായി നമുക്ക് വേണ്ടി ചെയ്തു. ലോകത്തിൽ മതങ്ങൾ അത് ചെയ്താൽ നിനക്ക് കിട്ടും, ഇത് ചെയ്താൽ കിട്ടും, നീ അവിടെ പോയാൽ കിട്ടും എന്ന് പറയുമ്പോൾ യേശു പറയാൻ, നീ ഒന്നും ചെയ്യണ്ട, എല്ലാം ഞാൻ ചെയ്തു. സൗജന്യമായി നിനക്ക് എന്റേതിതാ തരുന്നു. ഞാൻ ഒരുക്കി വെച്ച രക്ഷ തരുന്നു. ഞാൻ ഒരുക്കി വെച്ച കാൽവറിയിലെ രക്ഷയെ നിനക്ക് സൗജന്യമായിട്ട് തരുന്നു. ഇതാണ് കാൽവറി കർത്താവ് ചെയ്തത്. അങ്ങനെ ജീവിതായുസ് മുഴുവനും ഒരു ദൈവത്തിന് എന്തേ പറയാനുള്ളൂ? കൃപയാൽ, കൃപയാൽ, കൃപയാൽ. എനിക്കുള്ള ആരോഗ്യം കൃപയാൽ, എൻ്റെ ജോലി കൃപയാൽ, എൻ്റെ സൗന്ദര്യം കൃപയാൽ, എൻ്റെ മിടുക്ക് കൃപയാൽ, എൻ്റെ കുടുംബം കൃപയാൽ, എൻ്റെ കുഞ്ഞുങ്ങൾ കൃപയാൽ, എൻ്റെ സൗഖ്യം കൃപയാൽ, എന്റെ നന്മ കൃപയാൽ, എല്ലാ കൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയുടെ വെളിപ്പാടുള്ളവൻ ഒരിക്കലും ഞാൻ എന്റെ എന്ന് പറയത്തില്ല. എല്ലാ കൃപയും അതിനപ്പുറത്ത് ചിന്തിക്കാൻ ലൈസൻസ് ഇല്ല. ചിന്തിച്ചാൽ യജമാൻ അടുത്തിരുന്ന് ദുഃഖിക്കുന്നതിനെ പറ്റി. യജമാനൻ ചിലപ്പോൾ പറയത്തില്ല, അടുത്തിരുന്ന് ദുഃഖിക്കും. ഇവൻ എവിടെ കടന്നവനാ, ഞാൻ കൃപ തോന്നി എല്ലാം കൊടുത്തിട്ട് ഇവൻ പറയാ എൻ്റെ ആണെന്നും. പലപ്പോഴും ദൈവസഭ അറിഞ്ഞു അറിയാതും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു. ഇന്ന് കർത്താവിൻ്റെ മേശയുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമുക്കെല്ലാം
ദൈവസേന സമ്മതിക്കാം. കർത്താവെ, കൃപ കൊണ്ട് മാത്രം ഞാനാകുന്നു, നിന്റെ കരുണ കൊണ്ട് മാത്രം ഞാനാകുന്നു, നിന്റെ ദയ കൊണ്ട് മാത്രം ഞാനാകുന്നു. ഞാനാകുന്നത് കൃപയാണ്. പ്രിയപ്പെട്ടവരെ, പ്രശ്നം എത്ര വരട്ടെ, ഞാൻ നിങ്ങളോട് ഇന്നലെ ഞാൻ പറഞ്ഞാൽ എല്ലാവരും ഉണ്ടായിരുന്നോ ഇല്ലോ എന്ന് എനിക്കറിയത്തില്ല. 3 മരണങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തമ്പുരാൻ ക്യാൻസൽ ചെയ്തു. എൻ്റെ മോനെ കർത്താവ് ക്യാൻസറിൽ നിന്ന് വിടുവിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവളെ 5.5 വർഷം മുമ്പ് ബ്രെയിൻ ഹാമറേജ് എന്ന് വിടുവിച്ചു. എൻ്റെ സണ്ണിലോയെ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന മാരക രോഗത്തിൽ നിന്ന് വിടുവിച്ചു. 3 രക്ഷയില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾ തമ്പുരാന്റെ പാദം പോയി പിടിച്ച് വിളിച്ച് കർത്താവ്, എല്ലാം കൃപയാണ്, നിന്റെ ദയയാണ് എന്ന് ദൈവസേന നിരവാദം വീണ് വിളിച്ചപ്പോൾ കർത്താവ് ഇത് 3 മരണങ്ങൾ ക്യാൻസൽ ചെയ്തു. ഇന്ന് ഞങ്ങളെ വെല്ലൂരും നിർത്തി. യേശുവിനെ അറിയാത്ത, യേശുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത, ശരീരം കൊണ്ടിലും മനസ്സിലും ആത്മാവിലെല്ലാം തകർന്ന് തരിപ്പണമായ ആയിരങ്ങളുടെ ഇടയിൽ വലിയൊരു ഹോസ്പിറ്റലിനകത്തും പുറത്തും ഞാനും എൻ്റെ മകനും മകളും, ഞങ്ങൾ 3 കുടുംബങ്ങളും 5 കൊച്ചുമക്കളും ഞങ്ങൾ ഒരുമിച്ച് സേവ ചെയ്യുന്നു. ഞങ്ങൾക്ക് ആരാധനയ്ക്കൊരു ഒരു സ്വത്രാഴ്ചയില്ല, ദശാംശമില്ല. 24 വർഷം ഞങ്ങളിവിടെ ജീവിക്കുക. പക്ഷെ ഒരു കുറവുമില്ല. അവൻ ഞങ്ങളുടെ സമ്പത്താണ്, അവൻ ഞങ്ങളുടെ എല്ലാമാണ്. എനിക്കറിയത്തില്ല, ഇസ്രായേലിൽ മന്ന പൊഴിച്ച തമ്പുരാൻ ഇന്നും പഴിച്ചോണ്ട് ഞങ്ങളെ 24 വർഷം നടത്തുന്നു. അവന്റെ നാമം വാഴ്ത്തപ്പെടും. 100 മിഷന്മാർക്ക് മാസത്തോട് കൊടുക്കുവാൻ എനിക്കറിയത്തില്ല. ഓരോ മാസം ട്രസ്റ്റിന്റെ അക്കൗണ്ടിൽ പൈസ വരും. എവിടുന്നാന്ന് എനിക്കറിയത്തില്ല. ഇതിനൊക്കെ പറഞ്ഞ പേരാണ് കൃപ എന്ന് പറയുന്നത്. ആ കൃപയുടെ നിറവിലാണ് കർത്താവ് ഞങ്ങളെ നടത്തുന്നത്. എല്ലാ മഹത്വവും കർത്താവിനെ അർപ്പിക്കുന്നു. നമുക്ക് കർത്താവിൻ്റെ മേശയിലേക്ക് അടുത്ത് വരാം. ഒന്ന് സമർപ്പിച്ചു കൊടുക്കും പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഈ വേളയിൽ അതിപ്രധാനപ്പെട്ട പോർഷനോട് ഞാനൊന്ന് ശാന്തമായിട്ട് അതിപ്രധാനപ്പെട്ട ഭാഗം മാത്രം സമയത്തിൻ്റെ ദാരിദ്ര്യം കൊണ്ടൊന്ന് ഓടിച്ചൊന്ന് വായിച്ചു.